ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എം ജെസ് നോളജ് ഹബ്. ഞാൻ എം ജെ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മാത്സ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മാത്സിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്നെന്ത് തുടങ്ങിയില്ല, ഞാൻ സിമ്പിളിൽ നിന്ന് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേര് മാട്രിസസ് എന്നാണ്. നമ്മൾ പുതിയൊരു കൺസെപ്റ്റാണ് പഠിക്കുന്നത്. മാട്രിക്സ് എന്ന് പറയുന്ന പുതിയ കൺസെപ്റ്റാണ്. നമ്മൾ സെറ്റിനെ പോലെ തന്നെ മറ്റൊരു കൺസെപ്റ്റാണ്. സെറ്റ്സ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ +1 പഠിച്ച, അതുപോലെ വേറെ കൺസെപ്റ്റാണ് എന്ത് മാട്രിസസും ഡിറ്റർമിനൻസും ഒക്കെ. നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് മാട്രിസസ് ആണ്. മാട്രിക്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം എന്ത് ചെയ്യുക, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എത്ര പേര് കഴിഞ്ഞ വീഡിയോയിൽ എക്സാം എഴുതിയെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ഞാൻ അയച്ചിട്ട് ഒരാൾ പോലും റെസ്പോണ്ട് ചെയ്തില്ല എന്നാണ്, അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഇത്രേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് മനസ്സിലാവുന്നുണ്ടാവില്ല, രണ്ടാമത്തെ കാര്യം നിങ്ങൾ എൻ്റെ ക്ലാസ് മുഴുവനായിട്ട് കാണാനുണ്ടാവില്ല. ഇതിലേതൊന്നും നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെന്താണ് എക്സാം എഴുതാൻ മടിയായിരിക്കും. ഈ 3 ഒന്നെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ എന്താണ് പിന്നെ മൂന്നാമത്തെ പറഞ്ഞ കാര്യം എന്തായിരുന്നു, എന്തോ കൂടി പറഞ്ഞല്ലോ, എക്സാം എഴുതാൻ മടിയും കൂടി ആയിരിക്കും. ഇതിലേതാണെന്ന് എനിക്കറിയില്ല, പക്ഷെ വളരെ സങ്കടം തോന്നി. ശാദിച്ച് ഞാൻ അവിടെ നിർത്താനൊന്നും പോണില്ല. ഞാൻ നിങ്ങൾക്ക് തന്നൊരു വാക്കുണ്ട്, എന്ത്, ഞാൻ മാത്സും ഫിസിക്സും നിങ്ങൾക്ക് സെറ്റാക്കിയിട്ട് നിങ്ങളോടൊന്ന് പറഞ്ഞു വിടുള്ളൂ എന്നൊരു വാക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ നിറവേറ്റും. അതെൻ്റെ വാക്കാണ്. അത് നിങ്ങൾ ഒരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഞാൻ ആ ക്ലാസ് എടുത്തിരിക്കും. ഓക്കെ ആണോടാ? ഒരു പേടിയും പേടിക്കണം. നമുക്ക് ഫിസിക്സ് പോയാലും മാത്സ് പിടിക്കാം, ഒരു പ്രശ്നമില്ല. സിമ്പിൾ ചാപ്റ്ററാണ്. 5 മുതൽ അല്ലെങ്കിൽ 6 മുതൽ 8 വരെ മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചാപ്റ്ററാണ്. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അടിവരായിട്ട് പറയും, അതേ ചോദിക്കുള്ളൂ ഈ ചാപ്റ്ററിന്. അത് മാത്രം പഠിച്ചാലും മതി. അല്ലെങ്കിൽ കൺസെപ്റ്റ് മൊത്തം ക്ലിയർ ആക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് വിടുള്ളൂ. എൻട്രൻസിന് വേണ്ടിയിട്ടുള്ളതും കൂടി ചെറുതായിട്ടൊക്കെ ഒന്ന് പറഞ്ഞിട്ട്. ഓക്കെ ആണോടാ? സോ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ ആണോടാ? അപ്പോൾ ഗൈസ്, നമ്മൾ മാട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് കടക്കാൻ പോവാണ്. അപ്പം എന്താണ് മാട്രിസസ് എന്ന് അറിയുന്നതിന് മുമ്പ് ഇത് ഏത് കൺസെപ്റ്റുമായി ഏകദേശം റിലേറ്റഡ് അല്ല, ഐ മീൻ നമ്മൾ +1 സെറ്റ്സ് പഠിച്ചില്ലടാ, മാത്സിൽ 1ാമത്തെ ചാപ്റ്റർ പഠിച്ചില്ലേ സെറ്റ്സ്. അപ്പോൾ അതുമായി അതേപോലത്തെ ഒരു കൺസെപ്റ്റാണ്, സെറ്റ്സ് പോലത്തെ ഒരു കൺസെപ്റ്റാണ് എന്ത് മാട്രിസസ് എന്ന് പറയുന്നത്. നമ്മൾ സെറ്റ്സിൽ എന്തൊക്കെ പഠിച്ചു, എന്താണ് സെറ്റ് എന്ന് പഠിച്ചു, സെറ്റിൻ്റെ നൊട്ടേഷൻസ് പഠിച്ചു, പിന്നെന്താണ് ടൈപ്സ് ഓഫ് സെറ്റ്സ് പഠിച്ചു, കൂടാതെ സെറ്റിൻ്റെ ഓപ്പറേഷൻസ് പഠിച്ചു. അതുപോലെ തന്നെ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെയും പഠിക്കും എന്താണ് മാട്രിക്സ്, മാട്രിക്സിന് എങ്ങനെ നൊട്ടേഷൻ ഉണ്ട്, ഏതൊക്കെ തരത്തിലുണ്ട്, പിന്നെന്താണ് ജനറലായിട്ട് അതിനെങ്ങനെ പറയാം, പിന്നെ ടൈപ്സ് ഓഫ് മാട്രിസസ് പഠിക്കും, മാട്രിസസിൻ്റെ ഓപ്പറേഷൻസ് പഠിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഇവിടെയും പോകുന്നത്. അപ്പം മാട്രിസസ് സെറ്റ്സ് പോലത്തെ കൺസെപ്റ്റ് ആണ് മാട്രിസസ്. പുതിയ നമ്മൾ ഒന്നും അറിയില്ല, നമുക്ക് മാട്രിസസ് എന്താണ്, മാട്രിസസ് മീൻസ് മാട്രിക്സ്, അതിൻ്റെ പ്ലൂറലാണ് മാട്രിസസ് ആണെന്ന് ഓർത്ത് വെക്കുക. മാട്രിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നത്, അതിൻ്റെ പ്ലൂറലാണ് മാട്രിസസ്. അപ്പം മാട്രിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ പുതുതായിട്ട് സെറ്റ് നമ്മൾ അവിടെ കേട്ട മാതിരി ഇവിടെ പുതുതായിട്ട് പഠിക്കാൻ പോകുന്ന കൺസെപ്റ്റാണ് മാട്രിസസ് എന്ന് പറയുന്നത്, മാട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം എന്താണ്, നമുക്ക് മാട്രിക്സിലേക്ക് കടക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിലേ ഒന്നും ആക്കുന്നില്ല, നമുക്ക് വേഗം എന്ത് ചെയ്യാം, മാട്രിക്സിലേക്ക് കടക്കാം. അപ്പം എന്താണ് മാട്രിക്സ്? നമ്മൾ സെറ്റ്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു എന്താ സെറ്റ്സ്, എന്താണ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റ് ആണ്. എന്താണ്, ഒരു കൃത്യമായി നിർവചിച്ച വ്യത്യസ്തതരം കൂട്ടങ്ങളുടെ എന്താണ് ഒരു കൂട്ടമാണ്, വ്യത്യസ്തതരം ആൾക്കാരുടെ ഒബ്ജക്റ്റിന്റെ കൂട്ടമാണ് സെറ്റ്. അതുപോലെ തന്നെ ഇവിടെ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ വെറുതെ ഒരു മാട്രിക്സ് എടുക്കുകയാണ്. ആ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂടാ, നമ്മൾ നമ്പേഴ്സിനെയോ അല്ലെങ്കിൽ ഫംഗ്ഷൻസിനെയോ, എന്താ നമ്പേഴ്സ് 1 2 3 പോലത്തെ, ഫംഗ്ഷൻ എന്താ കോസ് തീറ്റ, സൈൻ തീറ്റ, ടാൻ തീറ്റ, കോസീക്ക്, പിന്നെന്താണ് സീക്ക്, കോട്ടിയൻ, ഇങ്ങനത്തെ പോലത്തെ ഫംഗ്ഷൻസിനെയോ ഇങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ എന്താക്കി എഴുതുക, ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് മാട്രിക്സ്. എന്താണ്, നമ്പറിനെയോ അല്ലെങ്കിൽ ഫംഗ്ഷൻസിനെയോ, x² അതുപോലത്തെ എന്താ ഫംഗ്ഷൻസിനെയോ എങ്ങനെ എഴുതണം, റെക്റ്റാങ്കുലർ ആയിട്ട് എഴുതണം. അപ്പൊ സ്ക്വയർ പെടും, സ്ക്വയറും പെടും. കാരണം എന്താണ്, ഈക്വൽ സൈഡിലുള്ള റെക്റ്റാങ്കിൾ ആണല്ലോ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ സ്ക്വയറും റെക്റ്റാങ്കിളും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എന്താണ്, റെക്റ്റാങ്കുലർ ഷേപ്പിൽ എഴുതി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, എന്താണ് അതിനെ വിളിക്കുന്ന പേര്, നമുക്കറിയാം എന്താണ്, മാട്രിക്സ് എന്നാ വിളിക്കുക. അപ്പൊ ഞാൻ ഒരു എന്താണ് മാട്രിക്സ് എടുക്കുകയാണ്. 1 2 3
4 5 6 ഇതൊരു മാട്രിക്സ് ആണ്. നിങ്ങൾ പറ ഇതൊരു മാട്രിക്സ് ആണോ? ആണ്. കാരണം എന്താ, ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് നോക്കിയേ. ഇതെങ്ങനെയാണ്, ഒരു റെക്ടാങ്കുലർ ഷേപ്പിലല്ലേ നമ്പേഴ്സ് എടുക്കുന്നത്. നോക്കിയേ, ഈ നമ്പേഴ്സിലൂടെ ഇങ്ങനെ പോയാൽ മതി. ഇത് എന്ത് ഷേപ്പിലാടാ? ഈ നമ്പേഴ്സിലൂടെ ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവാതെ എന്ത് ഷേപ്പാണ്? റെക്ടാങ്കുലർ ഷേപ്പാണ്. എവിടെയെങ്കിലും തുടങ്ങിയിട്ട് എന്ത് ചെയ്യുക, അതിന്റെ അടിയിലുള്ളതിൽ അവസാനിപ്പിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്, ഇതൊരു റെക്ടാങ്കുലർ ഷേപ്പിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സെറ്റിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഒരു കാര്യം, ഒരു കൂട്ടം സെറ്റാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ അതിനൊരു നൊട്ടേഷൻ കൊടുത്തല്ലോ. എങ്ങനെയാണ് അതിന്റെ സിമ്പൽ എന്താ, സെറ്റിന്റെ സിമ്പൽ എന്താ? സെറ്റിന്റെ സിമ്പൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എന്താ സെറ്റിന്റെ സിമ്പൽ? ഇതല്ലാണ് സെറ്റിന്റെ സിമ്പൽ. ഇതെന്തിനാണ്? ഇത് സെറ്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മാട്രിക്സ് ആണെന്ന് അറിയണമെങ്കിൽ വേറൊരു ചിഹ്നം വേണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് മൂടുന്ന രീതിയിൽ, ഈ നമ്പർ മൂടുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം നോക്കിയേ, കേളി ബ്രാക്കറ്റ്, കേളി അല്ല, അതായത് എന്ത് നോർമൽ ബ്രാക്കറ്റ് കൊടുക്കാം, സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കാം. ഇതിങ്ങനെ എഴുതിയാലും എന്താണ്, ഇതും എന്ത് തന്നെയാണ്, മാട്രിക്സ് തന്നെയാണ്. ഇട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 4 5 6 ഇതും എന്ത് തന്നെയാണ്, മാട്രിക്സ് തന്നെയാണ്. ഓക്കെ ആണോടാ? ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നത്, മാട്രിക്സിന് ഉള്ളിലുള്ള ആൾക്കാർക്ക് നമ്മൾ സെറ്റിൽ കൊടുത്ത ഒരു സ്മോൾ ലെറ്റേഴ്സും, പിന്നെ പുറത്ത് നമ്മൾ സെറ്റിന് പേര് കൊടുക്കും. ഈ സെറ്റിന് ഞാൻ എ എന്ന് പറഞ്ഞ പേര് കൊടുക്കണം. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ തന്നെ കൊടുക്കണം. സെറ്റിന് പേര് കൊടുക്കുമ്പോൾ എന്തെങ്കിലും കൊടുക്കണം, ക്യാപിറ്റൽ കൊടുക്കണം. അതിനുള്ളിലുള്ള ആൾക്കാർക്ക് നമ്മൾ എന്ത് കൊടുക്കണം, ഉള്ളിലുള്ള ആൾക്കാർക്ക് സ്മോൾ കൊടുക്കണം. ഇവിടെ നമ്പേഴ്സ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെന്താണ്, റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ആയിരിക്കണം. ഓക്കെ, ഈ കൺസെപ്റ്റ് ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു സംഭവം എഴുതാണ്. ഇനി ഞാൻ വേറൊരു മാട്രിക്സ് എഴുതാൻ പോവാണ്. അപ്പം ഇതിന്റെ പ്രത്യേകത നോക്കിയാടാ, 5 നിങ്ങൾക്ക് ഏത് നമ്പർ എഴുതാൻ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന 5 - 3 1, പിന്നെന്താണ് 6 3. ഇത് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, ഇതൊരു മാട്രിക്സ് ആണോ അല്ലയോ? ഇതൊരു മാട്രിക്സ് ആണോ അല്ലയോ നോക്കുക. അപ്പൊ എവിടുന്നെങ്കിലും തുടങ്ങാതെ എവിടുന്ന് പോയി ഇവിടെ എത്തിയപ്പോൾ ഒരു കട്ട്. പിന്നെ എങ്ങനെയാ പോകുന്നത് നോക്കി, ഇവിടെ നിന്ന് വന്നുകാണ്ട് ഇവിടേക്കാ ചാടുന്നത്. അപ്പൊ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നത്, വേറെ ഏതോ ഷേപ്പുമായിരുന്നു. ഇത് ഇങ്ങനെ പോയിട്ട് ഇത് ഇങ്ങനെ പോയി ഇങ്ങനെയാണ് തോന്നുന്നത്. ഇത് ഇങ്ങനെ ഒരു ജോമെട്രി, വേറെ ആയിട്ടൊരു ജോമെട്രിയാണ്. അപ്പൊ ഇത് മാട്രിക്സ് ആവണമെങ്കിൽ എന്ത് വരണം, നമ്പേഴ്സിനെ അല്ലെങ്കിൽ ഫങ്ഷൻസിനെ എങ്ങനെ അറേഞ്ച് ചെയ്യണടാ, എങ്ങനെ തന്നെ അറേഞ്ച് ചെയ്യണം നോക്കിയേ. ഇവിടെ വേറെ നമ്പർ കൂടി വന്നാലല്ലേ ഇത് മാട്രിക്സ് ആവുള്ളൂ. എങ്ങനെ തന്നെ അറേഞ്ച് ചെയ്യണം, റെക്ടാങ്കുലാർ ഷേപ്പിൽ അറേഞ്ച് ചെയ്യണം. എങ്ങനെ തന്നെ അറേഞ്ച് ചെയ്യണം, റെക്ടാങ്കുലാർ ഷേപ്പിൽ തന്നെ അറേഞ്ച് ചെയ്യണം. അപ്പൊ വേറൊന്ന് പറയാൻ നോക്കിയേ, സി എന്ന് പറയുന്ന വേറെ മാട്രിക്സ് എന്ന് നോക്കിയടാ. എന്താണ് 1 2 3 നോക്കിയേ, 1 2 3 ഇതൊരു മാട്രിക്സ് ആണ്. 1 2 3 ഒരു മാട്രിക്സ് ആണോ അല്ലയോ നോക്കിയേ. ഇത് ഏത് ഷേപ്പിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കിയേ, ഏത് ഷേപ്പിലാണ്, റെക്ടാങ്കുലർ ഷേപ്പിലാണ്. എങ്ങനെയാ വന്നിട്ടുള്ളത് നോക്കിയേ. ഇവിടുന്ന് ഇതിന്റെ മേലെ കൂടി വരച്ചു നോക്കിയത് ഏത് ഷേപ്പാണ്, റെക്ടാങ്കുലർ ഷേപ്പാണ്. ഇതിന്റെ മേലെ കൂടി നമ്മൾ വരച്ചു നോക്കി, അത് വേറെ ഷേപ്പ് കിട്ടി. ഇതിന്റെ മേലെ കൂടി നമ്മൾ വരച്ചു നോക്കി, അത് റെക്ടാങ്കുലർ ഷേപ്പ് കിട്ടി. റെക്ടാങ്കുലർ ഷേപ്പ് ആണോ, പിന്നെ എന്തോ ഫങ്ഷൻസ് ആയിക്കോട്ടെ നമ്പേഴ്സ് ആയിക്കോട്ടെ റെക്ടാങ്കുലർ ഷേപ്പിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അതെന്താണ്, മാട്രിക്സ് ആണ്. മാട്രിക്സിന് പേര് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററും അതിനുള്ളിൽ ആൾക്കാർ എഴുതുമ്പോൾ സ്മോൾ ലെറ്ററും ആണ് നമ്മൾ സാധാരണ എഴുതാറുള്ളത്. ഓക്കെ അല്ലേ? പിന്നെ എന്താണ്, മാട്രിക്സിന് 2 തരത്തിൽ നമ്മൾ സിമ്പിൾ ഉണ്ടാവാറുണ്ട്. സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്താലും എന്താണ്, നോർമൽ ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്, മാട്രിക്സ് തന്നെയാണ്. നമ്മളിവിടെ സ്വാഭാവികമായിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുള്ളൂ. പുറത്ത് നിങ്ങൾ വല്ല എൻട്രൻസ് എക്സാമിനൊക്കെ പോകുമ്പോഴാവും ഈ സാധനം കാണുക. അപ്പൊ ചിന്തിക്കൂ, ഇത് എന്ത് പണി കാട്ടി, ഞങ്ങൾ ഇങ്ങനെ സാധനം പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമോ? ഇല്ല, കാരണം ഇതും എന്തിന്റെ തന്നെയാണ്, മാട്രിക്സിന്റെ തന്നെയാണ്. ഓക്കെ ആണോടാ, മാട്രിക്സ്. അപ്പൊ എന്താണ് മാട്രിക്സ് എന്ന് നമുക്ക് നോക്കിയാം. മാട്രിക്സ് ഈസ് എ റെക്ടാങ്കുലർ അറേ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ലിസ്റ്റ് ആണ്. ലിസ്റ്റ് അല്ലെങ്കിൽ എന്താണ്, അറേഞ്ച്മെന്റിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അറേ എന്ന് വിളിക്കുക. അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ്, ഒന്നെങ്കിൽ നമ്പേഴ്സിനെ അല്ലെങ്കിൽ ഫങ്ഷൻസിനെ എങ്ങനെ അറേഞ്ച് ചെയ്യണം, റെക്ടാങ്കുലർ ആയിട്ട് തന്നെ അറേഞ്ച് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻടു റോസ് ആൻഡ് കോളംസ്. അതിനെ എങ്ങനെ അറേഞ്ച് ചെയ്യണം, റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ആയിരിക്കണം. എങ്ങനെ തന്നെ അറേഞ്ച് ചെയ്യണം, റോസ് ആയിട്ടും കോളംസ് ആയിട്ടും. അപ്പൊ ഇനി അടുത്ത ചോദ്യം, എന്താണ് റോസ്, എന്താണ് കോളംസ്, എന്താണ് റോസ്, എന്താണ് കോളംസ്, എന്താണ് കോളംസ്, ഇങ്ങനെ തന്നെ എഴുതാ. ഓക്കെ, കോളംസ്. ഈ ഓല്ലില്ല, കോളംസ്. ഓക്കെ, ഈ ഓല്ല തോന്നുന്നുണ്ട്, കോളംസ്. നമ്മുടെ കോളംസ് യു മാത്രമേ ഉള്ളൂ. അപ്പം കോളംസ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വാക്കാണ്. ഞാൻ തെറ്റിച്ചിട്ടുണ്ട്, നിങ്ങൾ തെറ്റിക്കാൻ നിൽക്കണ്ട. ഓല്ല കോളംസ് ആണ്. ഓക്കെ ആണേ. ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പോവാണ്, എന്താ പറയാ, ഞാൻ നിങ്ങളുടെ ക്ലാസ് റൂം എടുക്കാൻ പോവാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുക്കാം, നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞ് വേറെ ഒന്നും എടുക്കാൻ പറ്റുക.
വേറെ എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? ഞാൻ എന്ത് ചെയ്യാൻ പോകണം നോക്കിക്കോ. ഞാൻ എൻ്റെ കയ്യിൽ എന്തുണ്ട്, എൻ്റെ കയ്യിൽ ഞാൻ എന്ത് ചെയ്യാടാ ഒരു ബോക്സ് എടുക്കുകയാണ്. ഇതൊരു ബോക്സ് ആണ്, ഇതൊരു ബോക്സ് ആണ്. ഇതിൽ ധാരാളം മിഠായികളുണ്ട്. നോക്കിക്കേ, ഇതിൽ ധാരാളം എന്തുണ്ട്, മിഠായികളുണ്ട്. ഈ മിഠായികൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ബോക്സ് ആണ്. അപ്പൊ എന്താണ് ഈ ബോക്സിന് ഞാൻ എന്ത് ചെയ്യും, ഇതിപ്പോ ഒരു ബോക്സ് ആണെങ്കിൽ, ഇതൊരു ബോക്സ് ആണെങ്കിൽ, നമ്മൾ സീരിയസ് സ്ഥാനത്ത് ഒരു ബോക്സ് ആണെങ്കിൽ എന്താടാ ഇതിന്റെ മേലെ നിന്ന് നോക്കുന്ന വ്യൂ, അങ്ങനെ ഇങ്ങനെ നോക്കുകയാണ്. ഞാൻ നേരെ താഴത്തേക്ക് നോക്കുന്ന വ്യൂ ആണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താണ് റോസ്, എന്താണ് കോളംസ് പറയാൻ വേണ്ടി ഇപ്പോൾ ഒരു വെറുതെ എക്സാമ്പിൾ എടുത്താണ്. അപ്പൊ റോസ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, റോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹൊറിസോണ്ടലി ആയിട്ടുള്ള അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ റോസ് എന്ന് വിളിക്കുക. ഹൊറിസോണ്ടൽ ആയിട്ട് അറേഞ്ച് ചെയ്തതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക, റോസ് എന്ന് വിളിക്കുക. അപ്പൊ എന്താണ് ഇത്, എത്രാമത്തെ റോ ആണ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത, ഇതാണെന്ത് ഫസ്റ്റ് റോ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് റോ. ഇനി ഇങ്ങനെ അറേഞ്ച് ചെയ്തത് എത്രാമത്തെ ആടാ, രണ്ടാമത്തെ റോ, സെക്കൻഡ് റോ. ഇനി ഇത് എത്രാമത്തെ ആടാ, ഇത് തേർഡ് റോ. ഓക്കെ ആണ്. ഇനി എന്താണ് അപ്പൊ കോളംസ്, വെർട്ടിക്കൽ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നത് വിളിക്കുന്ന പേരാണ് എന്ത്, കോളംസ്. എന്താണ്, ഫസ്റ്റ് കോളമാണിത്. പിന്നെ ഇതെന്താണ്, ഇത് സെക്കൻഡ് കോളമാണിത്, സെക്കൻഡ്. ഇത് എത്രാമത്തെ കോളാണ്, തേർഡ് കോളം. അപ്പൊ എന്താണ് കോളം, എന്താണ് റോസ് എന്ന് മനസ്സിലായല്ലോ. വരികളും നിരകളും, നിരകൾ ഇങ്ങനെ തന്നെ സാധാരണ നമ്മൾ വരി നിര ഇങ്ങനെ നമ്മൾ പറയാ. അപ്പൊ നിരയാണ് റോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, വരികളും നിരകളുമായിട്ട് അറേഞ്ച് ചെയ്യാം. അപ്പൊ എന്താണ് റോ, ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റ്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് റോ, വെർട്ടിക്കൽ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് എന്ത്, കോളം. അപ്പൊ ഇനി ഒരിക്കലും മറന്നു പോയത് റോ എന്താ, ഇത് ഇങ്ങനെ തന്നെ ആലോചിച്ചു. ഇതാണ് റോ, ഇതാണ് കോളം. കോളം മാറിപ്പോവേ ചെയ്യരുത്. ഓക്കെ ആണ്. അപ്പൊ എന്താണ് റോ, ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ താൽക്കാലികം അങ്ങനെ കാണിക്കുന്നുണ്ട്. ഈ അറേഞ്ച്മെന്റിനെയാണ് റോ എന്ന് വിളിക്കുക, ഇങ്ങനെയുള്ള ഈ അറേഞ്ച്മെന്റിനാണ് കോളം എന്ന് വിളിക്കുക. ഇതാണ് നമ്മൾ കാണിച്ച എക്സാമ്പിൾ. അപ്പൊ എന്താണ് റോ, എന്താണ് കോളം എന്നൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ പറ, ഇത് എത്രാമത്തെ റോ ആണ്, എത്രാമത്തെ കോളാണോ പറ. ഈ കാണിച്ചിരിക്കുന്നത് റോ ആണോ കോളാണോ, ഈ കാണിച്ചിരിക്കുന്നത് റോ ആണോ കോളാണോ നോക്കിയേ. കോളം എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് എന്ത്. അപ്പൊ ഇതാണ് കോളം. എത്രാമത്തെ കോളാണ്, ഫസ്റ്റ് കാണുന്നുണ്ട്, ഫസ്റ്റ് കോളം. ഓക്കെ ആണ്. അപ്പൊ ഇത് എത്രാമത്തെ, ഇതെന്താ ഇത് റോ ആണോ കോളാണോ പറ. ഇത് റോ ആണോ കോളാണോ, നമുക്കറിയാം. ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ എന്ത് വിളിക്കൂടാ, റോ എന്ന് വിളിക്കും. ഇത് എത്രാമത്തെ റോ ആണോ, ഫസ്റ്റ് റോ. സിമ്പിൾ കാര്യം മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് മാട്രിക്സിനെ അറേഞ്ച് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത, അതിന് നമ്പേഴ്സിനെയോ ഫംഗ്ഷൻസിനെയോ റെക്ടാങ്കുലർ ആയിട്ട് അറേഞ്ച് ചെയ്യണം. അത് എങ്ങനെ അറേഞ്ച് ചെയ്യണം, റോസും കോളായിട്ട്. നമുക്കറിയാം റെക്ടാങ്കുലർ ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയാടാ, ഇതിൽ എത്ര റോ ഉണ്ട്, എത്ര കോൾ ഉണ്ട് എന്ന് പറഞ്ഞേ. നോക്കിയേ, റോ എന്താ, ഇത് ഇങ്ങനെ എത്ര റോ ഉണ്ട്, 1 2 3. എത്ര കോൾ ഉണ്ട്, ഒറ്റ കോളം 3 റോ ഉണ്ട്. ഇവിടെ നോക്കി, ഇവിടെ എത്ര കോൾ ഉണ്ട്, ഇത് എത്ര റോ ഉണ്ട്, ഇത് 2 റോ ഉണ്ട്, 3 കോൾ ഉണ്ട്. ഇവിടെ എത്ര റോ ഉണ്ട്, ഇത് 2 റോ ഉണ്ട്, 3 കോൾ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് റോയും കോളം നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലടാ. എങ്ങനെയാ റോ, മറക്കണ്ട. റോ ഇങ്ങനെ, കോളം ഇങ്ങനെ, റോ ഇങ്ങനെ, കോളം ഇങ്ങനെ. അപ്പൊ എത്ര റോ ഉണ്ട്, എത്ര കോൾ ഉണ്ട്, അങ്ങനെ കോളംസ് റോയും ആക്കി അറേഞ്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, മാട്രിക്സ്. ഇനി അടുത്തതാണ് ഓർഡർ ഓഫ് മാട്രിക്സ്. എന്താ അടുത്ത ടോപ്പിക് അല്ല, ഇതിന്റെ കൂടെ തന്നെയുള്ളതാണ് ഓർഡർ ഓഫ് മാട്രിക്സ് എഴുതുന്നതിന് ചില ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഞാൻ നോക്കിയടാ, ഇതിപ്പോ നമ്മൾ ക്ലാസ്സിലെ കുട്ടികളെ അറേഞ്ച് ചെയ്താൽ നിങ്ങൾ വെറുതെ വിചാരിച്ചു. അതിനാണെങ്കിൽ കുട്ടികളെ അറേഞ്ച് ചെയ്തിട്ടുള്ളതിന് ചില ഓർഡർ ഉണ്ടല്ലോ. എങ്ങനെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, എത്ര റോ ആക്കിയിട്ട് എത്ര കോൾ ആക്കിയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ പറ, ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്, 3 റോ ആക്കിയിട്ട് 3 കോൾ ആക്കിയിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇവരുടെ ഓർഡർ, ഇവർ 3. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് എന്താ ഈ ക്ലാസ് റൂമിന്റെ ഓർഡർ. അപ്പൊ നമ്മുടെ ടീച്ചർ ഒന്ന് പറയണം, ഞാൻ കുട്ടികളെ 3 റോയും 3 കോളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതാണ് ഇതിന്റെ ഓർഡർ. അതുപോലെ തന്നെയാണ് മാട്രിക്സിന്റെ ഓർഡറും. മാട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, എത്ര റോ ആക്കി എത്ര കോൾ ആക്കി നോക്കിയാൽ മതി. അതാണ് മാട്രിക്സിന്റെ ഓർഡർ. അപ്പൊ എന്താണ് ഓർഡർ ഓഫ് മാട്രിക്സ് നോക്കിയേ, ഇവിടെ എത്ര റോ ഉണ്ട്. ഓർഡർ ഓഫ് മാട്രിക്സ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. സാധാരണ നമ്മൾ പറയുമ്പോൾ എങ്ങനെ അറിയും, 3 റോ ആക്കി 3 കോൾ ആക്കി. എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുക, റോ ബൈ കോളം എന്ന് എഴുതുക, റോ ഇൻറ്റു കോളം എന്നാണ് നമ്മൾ എഴുതുക. പക്ഷെ ഇത് വായിക്കുക എന്താണ്, റീഡ് ആസ് റോ ബൈ കോളം. ഇതെന്താ വായിക്കുക, മാട്രിക്സിന്റെ കേസിൽ റോ ബൈ കോളം എന്നാ, റീഡ് ആസ്. ഇതെങ്ങനെ വായിക്കണം നിങ്ങൾ,
റോ ബൈ കോളം എന്ന് തന്നെ വായിക്കണം. എങ്ങനെയാണ് നമ്മൾ എഴുതുക? എങ്ങനെയാ മാട്രിക്സിന്റെ പറയുമ്പോൾ എങ്ങനെ പറയും? 3 റോ ഉണ്ട് 3 കോളം ഉണ്ട്. നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? റോ ഇൻറ്റു കോളം എന്ന് എഴുതും. വായിക്കുമ്പോൾ എങ്ങനെ വായിക്കും? റീഡ് ആസ് റോ ബൈ കോളം എന്ന് വായിക്കും. ഇത് കണ്ടാൽ വായിക്കണം ബൈ കോളം. അപ്പൊ പറ ഇതിന്റെ ഓർഡർ എന്താ? ഇതിന്റെ ഓർഡർ എന്താ? ഈ മാട്രിക്സിന്റെ ഓർഡർ എന്താ? പറഞ്ഞേ, എത്ര റോ ഉണ്ട് ഇൻറ്റു എത്ര കോളം ഉണ്ട്. അപ്പൊ എന്ത് വായിക്കാം? ഇതിൽ എത്ര റോ ഉണ്ട്? ഇത് ഇങ്ങനെയുള്ളതാണ് റോ. 2 റോ ഉണ്ട്. എത്ര? നമുക്ക് ചോക്ക് മാഷോട് കാണിക്കാം. എത്ര റോ ഉണ്ട്? 2 റോ ഉണ്ട്. ബൈ എത്ര കോളം ഉണ്ട്? ഇത് ഇങ്ങനെയുള്ള കോളം 1 2 3 കോളം. അപ്പൊ 2/3 മാട്രിക്സ് ആണ്. ഇത് എന്ത് മാട്രിക്സ് ആണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? 2/3 മാട്രിക്സ് ആണ് ഈ കാണുന്നത്. അതായത് 2/3 ഓർഡർ ഉള്ള മാട്രിക്സ് ആണ് നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതിന്റെ പറ, ഇതിൽ ഇതന്നെയാണ് എന്ത്? ഇത് 2/3 തന്നെയാണ്, മേലത്തിന്റെ സെയിം ആണ്. ഇനി ഇതിന്റെ എന്താണ്? എത്ര റോ ഉണ്ട്? എത്ര റോ ഉണ്ട്? എത്ര റോ? 2 റോ. ഓക്കെ, ബൈ എത്ര കോളം? 1 2 3 കോളം. 2/3 മാട്രിക്സ്. ഇതെന്താ? ഇത് ഏത് മാട്രിക്സ് ആണ് നോക്കിയടാ? എത്ര റോ ഉണ്ട്? 1 2 3 റോ. ബൈ എത്ര കോളം ഉണ്ട്? ഇത് ഒറ്റ കോളം. അപ്പൊ ഇതെന്താണ്? 3/1 മാട്രിക്സ് ആണ്. അപ്പൊ എന്താണ് മാട്രിക്സ് എന്ന് നിങ്ങൾ പഠിച്ചു? റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് ഓർ ഫംഗ്ഷൻസ്. അവർ റോസും കോളംസ് ആക്കി അറേഞ്ച് ചെയ്തു. എന്താണോ ഹൊറിസോണ്ടൽ, എന്താ കോളംസ് വെർട്ടിക്കൽ ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന അറേഞ്ച്മെന്റിനാണ് ഇങ്ങനെയുള്ളത് റോയും ഇങ്ങനെയുള്ളത് കോളംസും. ഓക്കെ ആണ്. അതിന്റെ നൊട്ടേഷൻ, അതായത് എങ്ങനെയാണ് അതിന്റെ സിമ്പിൾ എന്നൊക്കെ പഠിച്ചു. ഇങ്ങനെ ഇട്ടാലും സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാലും നോർമൽ ബ്രാക്കറ്റ് ഇട്ടാലും അത് തന്നെയാണ് മാട്രിക്സിന്റെ സിമ്പിൾ തന്നെയാണ്. പിന്നെ എങ്ങനെ തന്നെ അറേഞ്ച് ചെയ്യണം? റോസും കോളംസ് ഒക്കെ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ആയിട്ട് തന്നെ അറേഞ്ച് ചെയ്യണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഞാൻ വേറൊന്നും പറയട്ടെ. ഇത് ഇപ്പം നോക്കുക നിങ്ങൾ, ഇവിടെ വേറൊന്ന് പറയാണ്, ഡി എന്ന് പറയുന്ന ഒരു മാട്രിക്സ് പറയാണ്. ഇതിൽ എന്ത് മാത്രമേ ഉള്ളൂ? കോസ് തീറ്റ. വെറുതെ ഞാൻ കോസ് തീറ്റ ഇട്ടു. അപ്പൊ ഒന്നാണെങ്കിൽ ഒരു സംഖ്യ, ഒരൊറ്റ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒറ്റ നമ്പറോ മാത്രമല്ലെങ്കിൽ ഇത് മാട്രിക്സ് ആണോ എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? വെറുതെ അതിന്റെ മേലെ കൂടി ഒന്ന് വരച്ച് നോക്കുക. ഒന്ന് വരച്ച് നോക്കി ഇതിന്റെ മേലെ കൂടി. ഇത് എന്ത് ഷേപ്പാണ്? ഇത് റെക്ടാങ്കുലർ ഷേപ്പാണ്. അപ്പൊ ഇതെന്താണ്? ഇതൊരു മാട്രിക്സ് ആണ്. ഇതിന്റെ ഓർഡർ പറ. പറഞ്ഞേ, എത്ര റോ ഉണ്ട്? ഇത് ഒറ്റ റോ. ഇവിടെ എത്ര ഉണ്ട്? 2 റോ. ഇവിടെ എത്ര ഉണ്ട്? ഒറ്റ റോ. അപ്പൊ എന്താണ്? 1 ബൈ. ഇനി എത്ര കോളം ഉണ്ട്? പറ. ഒറ്റ കോളം, ഒറ്റ നിലയുള്ളൂ, ഒറ്റ വരിയുള്ളൂ. നോക്കി, ഇവിടെ 1 വരി 2 വരി 3 വരി. ഇവിടെ ഒറ്റ വരിയുള്ളൂ. അപ്പൊ 1/1 മാട്രിക്സ് ആണ്. എന്താടാ? 1/1 മാട്രിക്സ് ആണ്. ഓക്കെ ആണോടാ? അപ്പൊ എന്താണ് ഓർഡർ ഓഫ് മാട്രിക്സ് എന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തന്നു. എങ്ങനെ എഴുതണം? റോ ഇൻറ്റു കോളാക്കി എഴുതണം. വായിക്കുമ്പോൾ റോ ബൈ കോളം എന്ന് വായിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ജനറൽ ആയിട്ടൊരു കാര്യം പറയാം. ജനറലി ഓക്കെ, ജനറലി അപ്പൊ നമ്മൾ എങ്ങനെ പറയടാ? ജനറലി ഞാൻ എന്ത് ചെയ്യാണ്? നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഒരു മാട്രിക്സിലെ എലമെന്റ് എന്ന് നമ്മൾ അതിനുള്ളിൽ ആൾക്കാരെ പറയാം. മാട്രിക്സിലെ എലമെന്റ്സിനെ അല്ലെങ്കിൽ ഒബ്ജക്ട്സിനെ, എലമെന്റ്സിനെ ഞാൻ എന്തെന്ന് വിളിക്കുകയാണ്? ജസ്റ്റ് എ എന്ന് നൊട്ടേറ്റ് ചെയ്യാണ്. അപ്പൊ എന്താണ് എലമെന്റ്സ്? ഞാൻ എങ്ങനെ വിളിച്ചു? എലമെന്റ്സ് ഞാൻ എന്ത് ചെയ്തു? എ എന്ന് ജസ്റ്റ് ഒന്ന് പേര് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ ഇതിന് നമുക്ക് എങ്ങനെ ജനറലി ഒരു മാട്രിക്സിനെ എങ്ങനെ കാണിക്കാം? ഒരു മാട്രിക്സിന് ജനറൽ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഞാൻ വെറുതെ ഒരു മാട്രിക്സ് എടുക്കുകയാണ്, എ എന്ന് പറയുന്ന മാട്രിക്സ്. അതിന് നമുക്ക് ജനറൽ ആയിട്ട് എങ്ങനെ പറയാം? നോക്കിയേ, എന്താണ് ഇവിടെ ഉള്ള എലമെന്റ് ഇതിലുള്ള എല്ലാ എലമെന്റ്സിനെയും ഞാൻ എ എന്ന് വിളിക്കുകയാണ്. പക്ഷെ പേര് എ എന്ന് വിളിച്ചിട്ട് എന്താ കാര്യം? ഇവരെല്ലാവരും ഒരേപോലെയുള്ള ആൾക്കാരാണോ? അല്ല. അപ്പൊ ഞാൻ എന്താണ്? ആദ്യത്തെ ആളെടുക്കുകയാണ്, അവനെ ഞാൻ എ എന്ന് വിളിച്ചു. ഓക്കെ, ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് ശ്രദ്ധിക്കണം. നമ്മൾ എങ്ങനെയാണ് ജനറൽ ആയിട്ട് ഒരു മാട്രിക്സിന് എഴുതാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് പ്രകാരം ധാരാളം ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇവനെ എവിടെയാണ് എടുക്കുന്നത്? ഇതിൽ ഓരോ എലമെന്റ്സിനെയും ഞാൻ എ എന്ന് വിളിക്കുക, എല്ലാ എലമെന്റ്സിനെയും എ എന്ന് വിളിക്കുക. പക്ഷെ അവരുടെ കൂടെ അവരുടെ അഡ്രസ്സും കൂടി പറഞ്ഞാൽ മാത്രമേ അത് കറക്റ്റ് ആവുള്ളൂ. അല്ലാതെ ഇവരെല്ലാവരും ഒന്നെന്നെയാണോ? ഇവനൊന്നും അങ്ങനെയല്ലല്ലോ. എല്ലാവരും വേറെ വേറെ സംഖ്യയാണ്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ജനറൽ ആയിട്ട് വിളിക്കാൻ അറിയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഇവൻ എത്രാമത്തെ സ്ഥാനത്ത്, എത്രാമത്തെ കോളത്തിൽ, എത്രാമത്തെ റോയിലാണെന്ന് കൂടി എഴുതി കൊടുക്കും. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയത്തുള്ളൂ. എലമെന്റ്സിനെ ഞാൻ എ എന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മാട്രിക്സ് കൺസിഡർ ചെയ്തെങ്കിൽ വെറുതെ നിങ്ങൾ മനസ്സിലാക്കുക, ഇവൻ എത്രാമത്തെ റോയിൽ എത്രാമത്തെ കോളാണ് നോക്കിയേ. ഇവൻ ഒന്നാമത്തെ കോളത്തിലുള്ള ആളാണ്. അപ്പൊ ഇവന്റെ അഡ്രസ് എത്ര? 1 1. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയാടാ, A11 എന്ന് പറയുമ്പോൾ ഈ എയിലുള്ള A11 ഏതാന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ? എ എന്ന് പറയുന്നത് എലമെന്റ് ആണ്. ഒന്നാമത്തെ റോയില് ഒന്നാമത്തെ കോളാണ്. എന്താണ് ഈ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന റോ? രണ്ടാമത്തത് കോളം. ഒന്നാമത്തെ റോയില് ഒന്നാമത്തെ കോളത്തിലുള്ള ആരാ? ഒന്നാമത്തെ റോ ഇതാണ്. അതിൽ ഒന്നാമത്തെ കോളത്തിലുള്ള ആൾ ഇവനല്ലേ. അപ്പൊ ഇതൊന്നും കൊണ്ടുവന്നില്ല. ഇത് രണ്ടാമത്തെ റോയിലാണ്. ഒന്നാമത്തെ കോളത്തിൽ ഒന്നാമത്തെ റോയിലുള്ള അവൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്ത എലമെന്റ് നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം? അവനെയും എ എന്ന് തന്നെ വിളിക്കാം. പക്ഷെ എന്ത് കൊടുക്കണം? ഒന്നാമത്തെ റോലാണ്, രണ്ടാമത്തെ കോളത്തിലാണ്. ശരിയാണല്ലോ, ഒന്നാമത്തെ റോലാണ്, രണ്ടാമത്തെ കോളത്തിലാണ്. കൺസെപ്റ്റ് മനസ്സിലായോടാ? ഇവനെ എങ്ങനെ വിളിക്കാം? ഒന്നാമത്തെ റോലാണ്, മൂന്നാമത്തെ കോളത്തിലാണ്. ഓക്കെ ആണോ?
പക്ഷെ ഈ മാട്രിക്സ് ഇവിടെ വെച്ച് അവസാനിക്കില്ല, ഇങ്ങനെ n വരെ പോലെ കോമ ഇടരുത്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. മാട്രിക്സ് എഴുതുമ്പോൾ കോമ ഇടരുത്. മാട്രിക്സ് എഴുതുമ്പോൾ എന്തിടാൻ പാടില്ല, കോമ ഇടാൻ പാടില്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ അറിയാട്ട് പോയി, അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നത്. ഓക്കെ, ഇതെങ്ങനെ എത്ര പോവും, n വരെ പോലെ. ഓക്കെ, ഒന്നാമത്തെ റോയില് n-ാമത്തെ കോളത്തിൽ വരെ പോവും. ഒന്നാമത്തെ റോയിൽ എവിടെ എത്തും പോവും, nth കോളം വരെ പോവും. അപ്പൊ രണ്ടാമത്തെ റോയില് ഇനിയിപ്പോ ഇവനെ കുറിച്ച് ചെയ്താണെങ്കിലോ a തന്നെ എഴുതാം. എങ്ങനെ എഴുതണം, ഇവ രണ്ടാമത്തെ റോയിലാണ്, ഒന്നാമത്തെ കോളത്തിലാണ്. അപ്പൊ A21 എന്ന് തന്നെ എഴുതണം. ഇവനെങ്ങനെ എഴുതാം, ഇവൻ രണ്ടാമത്തെ കോളത്തിലാണ്, രണ്ടാമത്തെ റോയിലാണ്. അപ്പൊ എങ്ങനെ എഴുതാം, A22 എന്ന് എഴുതാം. ഇവന്റെ കാര്യം നോക്കിയത് എത്രാമത്തെ റോയിലാണ്, രണ്ടാമത്തെ റോയിലാണ്. എത്രാമത്തെ കോളത്തിലാണ്, മൂന്നാമത്തെ കോളത്തിലാണ്. അപ്പൊ എങ്ങനെ എഴുതാം, A23. ഇത് എത്ര വരെ പോവും, എങ്ങനെ വരെ പോവും, A2n വരെ പോവും. രണ്ടാമത്തെ റോയില് n-ാമത്തെ കോളം വരെ ഇങ്ങനെ പോലെ, രണ്ടാമത്തെ റോ ഇങ്ങനെ പോയി എടുക്കും. ഇവിടെ nth കോളം വരെ, എത്ര കോളം വരെ പോവാം, നമുക്ക് 1 കോടി കോളം വരെ പോവാം, എത്ര കോളം വരെ പോവാം. അപ്പൊ ഞാൻ ജസ്റ്റ് n-ൽ വെച്ച് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെയും താഴത്തേക്ക് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ താഴത്തേക്കുള്ള ജസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ജനറൽ ആയിട്ട് മനസ്സിലാക്കിയത്, നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാടാ, ഇതെന്താണ്, n-ാമത് കോളം വരെ ഇങ്ങനെ പോകും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അപ്പൊ നമുക്ക് എന്താണ് എലമെന്റ്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കുക, ഇത് എവിടറ്റം പോവും, ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ. എവിടറ്റം പോവും, ഞാൻ എന്ത് ചെയ്യാൻ പോവാന്നറിയോ, ഇതിലെ റോസിന്റെ എണ്ണത്തിന് ഞാൻ എന്ത് ചെയ്യാണ്, m എന്ന് വിളിക്കുകയാണ്. പിന്നെന്താണ്, കോളത്തിന്റെ കോളത്തിന് ഞാൻ എന്ത് വിളിക്കുകയാണ്, n എന്ന് വിളിക്കുകയാണ്. കോളത്തിന് ഞാൻ എന്തെന്ന് വിളിക്കുകയാണ്, n എന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ mth റോ വരെ പോലെ m എന്ന് പറയുന്ന റോ വരെ പോലെ, അതാണ് നമ്മൾ ഫൈനൽ റോ എന്ന് വിചാരിക്കുക. ഇതിന്റെ റോസിന്റെ എണ്ണം, മൊത്തം റോന്റെ എണ്ണം m ആണെങ്കിൽ അത് എവിടെ പോവും, mth റോ വരെ പോവും. എത്രാമത്തെ, mth ഒന്നാമത്തെ കോളത്തിൽ, mth റോയിൽ ഒന്നാമത്തെ കോളം, പിന്നെന്താണ് mth റോയിൽ രണ്ടാമത്തെ കോളം. അങ്ങനെ ഏത് വരെ പോകണം, പറ mth റോയിൽ nth കോളം വരെ പോലെ, mth റോയിൽ nth കോളം വരെ ഇങ്ങനെ ഇവിടെ വന്ന് അവസാനിക്കും. അപ്പൊ ഇതിന്റെ എന്ത് പറ, ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർഡർ എങ്ങനെ എഴുതാം, എത്ര റോ ഉണ്ട്, എത്ര റോ ഉണ്ട്, nth റോ വരെ പോകുന്നുണ്ട്. എത്ര റോ ഉണ്ട്, mth റോ വരെ പോകുന്നുണ്ട്. എത്ര കോളം ഉണ്ട്, nth കോളം വരെ പോകുന്നുണ്ട്. ഓക്കെ ആണ്. അപ്പൊ m/n ആണ് എന്ത്, ഇതിന്റെ ജനറൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ റോസിന്റെയും കോളത്തിന്റെയും എണ്ണം. അപ്പൊ ഇൻ ഷോർട്ട് ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻ ഷോർട്ടാക്കി നമുക്ക് ഒരു കാര്യം കൂടി എഴുതാൻ പറ്റും. ഷോർട്ടാക്കിയിട്ട് ഇതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഷോർട്ടാക്കി വിളിക്കാം. എങ്ങനെയാണെന്നറിയോ, എങ്ങനെയാണെന്നറിയോ, നോക്കിക്കോ, aij m/n. ഇതിനെ തന്നെ ഞാൻ നേരെ ഷോർട്ടാക്കി വിളിച്ചതാണ് aij m/n. അതെന്താണ്, i എന്താണ് റോ, എത്രാമത്തെ റോ ആണ്, എത്രാമത്തെ കോളമാണ്. അപ്പൊ ഇത് m എന്താ, റോ എന്നല്ലേ. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ലാസ്റ്റ് റോ, എത്ര റോ ഉണ്ട് ആ റോ, മൊത്തം റോന്റെ എണ്ണാണ് ഇത് എത്രാമത്തെ റോ ആണ് ആ റോന്റെ എണ്ണാണ്. ഓക്കെ ആണ്. ഇത് എത്രാമത്തെ റോ ആണ്, ഇത് മൊത്തം റോ ആണെന്ന് മനസ്സിലാക്കുക. എന്താ ഇവിടെ, കോളത്തിന്റെ എണ്ണത്തെ സൂചിപ്പിക്കാൻ, എത്രാമത്തെ കോളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിനൊന്ന് ഇട്ടു നോക്കിയേ വെറുതെ, നിങ്ങൾ നോക്കിയേ എന്താണ് aij എന്ന് പറയുമ്പോൾ ഇതിന് ജനറൽ ആയിട്ട് സൂചിപ്പിച്ചത് ഞാനൊന്ന് എങ്ങനെ ജനറൽ ആയിട്ട് സൂചിപ്പിച്ചത്, a11 എന്ന് പറയുമ്പോൾ ഇവിടെ a12 എന്ന് പറയുമ്പോൾ ഇത് a13 എന്ന് പറയുമ്പോൾ ഇത് a1n എന്ന് പറയുമ്പോൾ അത്. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ എത്രത്തോളം പോവും, എത്രയും പോവും. നമ്മൾ ജനറൽ ആയിട്ട് കാണിക്കുമ്പോൾ ഇതിനെ എങ്ങനെ കാണിക്കുള്ളൂ, aij എന്നേ കാണിക്കുള്ളൂ. അതിനെ m/n എന്ന് കാണിക്കും. എന്താണ് m/n, ഓർഡർ ആണ്. അപ്പൊ ഓർഡർ എന്താ പഠിച്ചു, ജനറൽ ആയിട്ട് എങ്ങനെ സൂചിപ്പിക്കാന്ന് മനസ്സിലായില്ലേ. ഒന്നാമത്തെ റോയിൽ ഒന്നാമത്തെ ആളെ a11 എന്നും, ഒന്നാമത്തെ റോയിൽ രണ്ടാമത്തെ കോളത്തിലെ ആളെ a12 എന്നും, ഒന്നാമത്തെ റോയിലെ മൂന്നാമത്തെ കോളത്തെ ആളെ a13 എന്നും, അങ്ങനെ ഇങ്ങനെ സൂചിപ്പിച്ച് പോകാൻ പറ്റും. അപ്പൊ ഞാൻ വെറുതെ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ജനറൽ ആയിട്ട് 2x2 മാട്രിക്സ് ഉണ്ടാക്കിയടാ. എന്ത് ജനറൽ ആയിട്ട്, ജനറലി നിങ്ങളൊരു 2x2 മാട്രിക്സ് ഉണ്ടാക്കിയേ. അപ്പൊ എങ്ങനെ ജനറൽ ആയിട്ട് 2x2 മാട്രിക്സ് ഉണ്ടാക്കുക, അതിന് ഞാൻ വെറുതെ ഒരു ഇ എന്നൊക്കെ പേര് കൊടുത്തു, വെറുതെ ഒരു പേര് കൊടുത്തു. അപ്പൊ ജനറൽ ആയിട്ട് എങ്ങനെ 2x2 മാട്രിക്സ് ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾക്കറിയാം 2x2 ആണ്. 2x2 എന്ന് പറയുമ്പോൾ 2 റോ വേണം, 2 കോളം വേണം, 2 നിര വേണം, 2 വരി വേണം, 2 നിര വേണം, 2 വരി വേണം. നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ ആണ്. അപ്പോൾ ജനറൽ ആയിട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതുക, ഒന്നാമത്തെ നിരയിലുള്ള ഒന്നാമത്തെ ആളെ a11 എന്ന് വിളിക്കാം, ഒന്നാമത്തെ നിരയിലുള്ള രണ്ടാമത്തെ വരിയുള്ള ആളെ എന്ത് വിളിക്കാം, a12 എന്ന് വിളിക്കാം. ഇപ്പം എന്തായി, 2 കോളായി, 1 റോ ആയി. ഇനി അടുത്തൊന്നും കൂടി പറ്റുമോ, 2x2 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊന്നും പറ്റില്ല. കാരണം എന്താ, അടുത്തൊന്നും കൂടി എഴുതിയ 1 കോളം കൂടി വരും, മൂന്നാമത്തെ കോളം കൂടി വരും. അപ്പൊ അത് പറ്റില്ല. അപ്പൊ ഇനി താഴേക്ക് പോവാം. ഒന്നാമത്തെ റോ, രണ്ടാമത്തെ റോയിലെ ഒന്നാമത്തെ കോളത്തിലാണ് a21 എന്നും, രണ്ടാമത്തെ റോയിലെ
രണ്ടാമത്തെ കോളത്തിലാണ് A22 എന്ന് വിളിച്ചുകൂടാ, ഇത് മാട്രിക്സ് ആക്കി കൂടെ. അപ്പൊ എന്താ സംഭവം, കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ജനറൽ ആയിട്ട് 2x2 മാട്രിക്സ് എഴുതാൻ പറഞ്ഞ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് വെറുതെ അവരൊരു ക്വസ്റ്റ്യൻ തരും കേട്ടോ. അവരെന്ത് ചെയ്യുന്നറിയോ, ഇവിടെ AIJ എന്താണെന്നറിയോ, I-J എന്നൊക്കെ തരും. AIJ I-J ഇങ്ങനെ തരുന്നിട്ട് നിങ്ങളോട് എന്ത് ചെയ്യാറിയോ, ഇതിന്റെ 2x2 അല്ലെങ്കിൽ 3x2 മാട്രിക്സ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഇത്രേ ഉള്ളൂ. അവർ ജനറൽ ആയിട്ടുള്ള ഫോർമുല അവർക്ക് എല്ലാവരും എന്ത് ചെയ്യും, ഈ ഫോർമുല കൊടുത്താൽ എന്ത് ചെയ്യും, അവർക്ക് കിട്ടും. അവരെല്ലാവരും, കാരണം നമുക്ക് AIJ നമ്മൾ ഇതിനെ നേരെ ഷോർട്ട് ആക്കി വിളിച്ചതാണ്. ആ AIJ എന്താന്ന് തന്നിട്ടുണ്ട്, അവർ ജനറൽ ഫോർമുല എന്താന്ന് തന്നിട്ടുണ്ട്, I-J ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് 3x2 മാട്രിക്സ് ആണ്, അതും അവർ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം വെറുതെ ഒരു 3x2 മാട്രിക്സ് ജനറൽ ആയിട്ട് ഉണ്ടാക്കും. അതെങ്ങനെ ഉണ്ടാക്കും, അത് ഇതുമാതിരി ഉണ്ടാക്കും നമ്മൾ 3x2 മാട്രിക്സ്. എന്നിട്ട് അതിൽ A11ന്റെ പകരം എന്ത് ചെയ്യും, AIJക്കുള്ള ഇക്വേഷൻ കൊടുക്കും. അതെങ്ങനെയാണ്, ഒന്നാമത്തെ റോയിലുള്ള ഒന്നാമത്തെ ആൾക്ക് എന്ത് ചെയ്യും, നമ്മൾ ഇക്വേഷൻ കൊടുക്കുക. എങ്ങനെ, അതിന്റെ പകരം 1 കൊടുക്കും, ജെന്റെ പകരം 1 കൊടുക്കും. അപ്പൊ രണ്ടാമത്തെ റോയിലുള്ള ഒന്നാമത്തെ ആൾക്കോ അതിന്റെ പകരം 2 കൊടുക്കും, ജെന്റെ പകരം 1 കൊടുക്കും. അങ്ങനെ ഞങ്ങൾ മാറ്റിയിട്ടിട്ട് എന്ത് ചെയ്യൂടാ, ഈ പരിപാടി അങ്ങ് തീർക്കും. മാറ്റിയിട്ടു എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ പരിപാടി അങ്ങ് തീർക്കും. ഓക്കെ ആണ്. അപ്പൊ എന്താ കൺസെപ്റ്റ് എന്ന് മനസ്സിലായല്ലോ. എന്താ കൺസെപ്റ്റ് നോക്കിയേ, നമുക്കൊന്ന് വരച്ചോട്ട്, എന്തൊരു പ്രശ്നമുണ്ട്. ഓക്കെ, എന്താ സംഭവം, മാട്രിക്സ് എന്താന്ന് മനസ്സിലായി. അവർ ജനറൽ ആയിട്ട് എങ്ങനെ സൂചിപ്പിച്ചെന്ന് മനസ്സിലായില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, ജനറൽ ആയിട്ട് അവർ എങ്ങനെ സൂചിപ്പിക്കാം. AIJ എന്ന് പറഞ്ഞ് ഷോർട്ടാക്കി, വളരെ ഷോർട്ടാക്കി നമ്മൾ എങ്ങനെ സൂചിപ്പിക്കും, അവരെ AIJ എന്ന് പറഞ്ഞ് സൂചിപ്പിക്കും. അപ്പൊ ഇവിടെ ഇതൊന്നും മനസ്സിലാക്കാനില്ല. അവർ ഒന്നാമത്തെ ഒരു മാട്രിക്സിൽ ജനറൽ ആയിട്ട് ഇതിന് സെൻട്രൽ കൊണ്ടെഴുതുക. ഓക്കെ, ഒരു മാട്രിക്സ് നമ്മൾ ജനറൽ ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം, ഒന്നാമത്തെ അതിലെ എലമെന്റ്സിനെ A എന്ന് വിളിക്കാം, റോസിനെ M എന്ന് വിളിക്കാം, കോളത്തിൽ N എന്ന് വിളിക്കാം. അപ്പൊ M/N ഓർഡറിലുള്ള ഒരു മാട്രിക്സിനെ എങ്ങനെ എഴുതൂടാ, A11 A12 A13 A1n A21 A22 A23 A2n അങ്ങനെ AM1 AM2 AMN വരെ എഴുതാം. അത് ഷോർട്ടാക്കി നമ്മൾ എങ്ങനെ വിളിക്കൂടാ, AIJ M/N. അതെന്തുകൊണ്ട് IJ എന്ന് വിളിച്ചു, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണം. I എന്ന് പറയുമ്പോൾ ഇത്ര എനിക്ക് പെട്ടെന്ന് നോക്കി മനസ്സിലാവണം. രണ്ടാമത്തെ റോയിലുള്ള മൂന്നാമത്തെ ആൾ കിട്ടണമെങ്കിൽ നമുക്ക് ഇതിൽ എന്തിട്ട് കൊടുത്താൽ മതി, A23 ഇട്ട് കൊടുത്താൽ മതി. എന്തിട്ട് കൊടുത്താൽ മതി, ജനറൽ ഫോർമുലയിൽ എനിക്ക് എന്ത് കിട്ടണം, രണ്ടാമത്തെ റോയിലുള്ള മൂന്നാമത്തെ ആൾ കിട്ടണം. അപ്പൊ റോ എന്ന് പറയുന്നത് I ആണ്. അപ്പോൾ 2 ഇട്ട് കൊടുക്കുക, ജെന്റെ പകരം എന്ത് ചെയ്യുക, 3 ഇട്ട് കൊടുക്കുക. A23 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടണം, നമ്മൾ നേരത്തെ A23 ആണ് എനിക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവർ ജനറൽ ഫോർമുല തന്നിട്ടുണ്ടാവുമല്ലോ, ആ ഫോർമുലയിൽ 2 അതിന്റെ പകരം 2 ഇട്ട് കൊടുക്കും, ജെന്റെ പകരം എന്ത് ചെയ്യും, 3 ഇട്ട് കൊടുക്കും. അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ ആണ് എന്ത്, A21 എന്ന് പറയുന്നത്. അല്ല, A23 എന്ന് പറയുന്നത് ആ സ്ഥാനത്ത് എന്താവും, 5 കിട്ടിയതെങ്കിൽ അതാണ് രണ്ടാമത്തെ റോയില് മൂന്നാമത്തെ ആളെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആവും. അപ്പൊ എന്താണ്, റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ആവണം. പിന്നെ റോസും കോളാം സെക്കൻഡ് റോ എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ, കോൾ എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ ആണ്. എന്തെങ്കിലും ഓർഡർ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, റോ ഇൻറ്റു കോളം എന്നാ എഴുതുക. റോ ഇൻറ്റു കോളാണ്. എങ്ങനെ എഴുതണം, വായിക്കണം, റോ ബൈ കോളം എന്നാണ് വായിക്കേണ്ടത്. റോ കോളം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രേ ഉള്ളൂ. റെക്ടാങ്കുലർ ആയിരിക്കണം, ഫംഗ്ഷൻ ആയിക്കോട്ടെ, നമ്പർ ആയിക്കോട്ടെ. ജനറൽ ആയിട്ട് 2x2 എഴുതാൻ പഠിക്കണം, 3x3 എഴുതാൻ പഠിക്കണം, 3x2 എഴുതാൻ പഠിക്കണം, 1x2 എഴുതാൻ പഠിക്കണം. 4x4 നിങ്ങളോട് ചോദിക്കുക, മാക്സിമം 3x3 അത്ര നിങ്ങളെടുത്ത് പോകുള്ളൂ. ഓക്കെ ആണോടാ? വേഗം നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ ആണോ? എടാ, അപ്പൊ നമ്മൾ അടുത്ത ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് മാട്രിസസ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് മാട്രിക്സ്. നമ്മൾ ടൈപ്സ് ഓഫ് സെറ്റ്സ് പഠിച്ച മാതിരി എന്തുണ്ടാ, ടൈപ്സ് ഓഫ് മാട്രിക്സ് നോക്കി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തതാണ് സ്ക്വയർ മാട്രിക്സ്. നിങ്ങൾ എവിടെയെങ്കിലും സ്ക്വയർ മാട്രിക്സ് എന്ന് കേട്ടാല് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് അതിന്റെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിരിക്കും. എന്താണ് പ്രത്യേകത? എത്ര റോ ഉണ്ടോ അത്ര കോളം ഉണ്ടായിരിക്കും, എത്ര കോളം ഉണ്ടോ അത്ര റോ ഉണ്ടായിരിക്കും. അതായത് എന്താണ് ആ മാട്രിക്സിന്റെ പ്രത്യേകത? ഒന്നെങ്കിൽ 3x3 2x2 1x1 4x4 5x5 രണ്ടും എന്തായിരിക്കും, റോന്റെ എണ്ണവും കോളത്തിന്റെ എണ്ണവും എന്തായിരിക്കും, ഈക്വൽ ആണെങ്കിൽ ഉറപ്പിച്ചോ എന്താണത്, സ്ക്വയർ മാട്രിക്സ് ആണ്. റോയും കോളവും ഈക്വൽ ആയ മാട്രിക്സ് ആണ് എന്ത്, സ്ക്വയർ മാട്രിക്സ്. നമുക്ക് ടൈപ്സ് ഓഫ് സ്ക്വയർ മാട്രിക്സും കൂടി പഠിക്കാനുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയല്ല തന്നിട്ടുള്ളത്, അതിൽ വേറെ ആക്കിയാണ് തന്നിട്ടുള്ളത്. പല ആൾക്കാരും ഈ സ്ക്വയർ മാട്രിക്സിനെ തന്നെ വേറെ ക്ലാസിഫൈ ചെയ്യും. അത് എപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം സ്ക്വയർ മാട്രിക്സ് ആയിട്ടുള്ള വേറെ 2-3 ആൾക്കാരും കൂടി ഉണ്ട്, ഡയഗണൽ മാട്രിക്സ് പോലത്തെ ആൾക്കാരും കൂടി ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തത്, ഞാൻ NCERT പറഞ്ഞത് എന്താണ്, വേറെ ആക്കി 8 പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ വേറെ ആക്കിയിട്ട് പഠിപ്പിക്കുക. ചില ആൾക്കാർ എന്ത് ചെയ്യും, സ്ക്വയർ മാട്രിക്സിനെ തന്നെ എന്ത് ചെയ്യും, ഈ 8 സ്ക്വയർ മാട്രിക്സ് തന്നെ പല ആൾക്കാരും ഉൾപ്പെടുത്താറുണ്ട്. നിങ്ങളൊന്ന് കാര്യമാക്കണം, നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി. സ്ക്വയർ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, റോയിന്റെയും കോളത്തിന്റെ എണ്ണ ഈക്വൽ ആയിരിക്കണം. അപ്പൊ എക്സാമ്പിൾ പറ. എന്താ എക്സാമ്പിൾ? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നോക്കി, എന്താണ് 1 2
2 4 ഇതെന്താണ് ഒരു സ്ക്വയർ മാട്രിക്സ് ആണ്. കാരണം എന്താ ഇതിന്റെ റോ എന്താ 2 റോ ഉണ്ട് 2 കോളം ഉണ്ട്. അപ്പൊ ഇതെന്താണ് ഒരു സ്ക്വയർ മാട്രിക്സ് ആണ്. ഇനി വേറെ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ എന്താണ് -1 -2 1 എന്താണ് 3 -6 5 ഇത് എന്ത് മാട്രിക്സ് ആ ഇതെന്ത് മാട്രിക്സ് അത് പറയുന്നത് ഇതെന്താണ് ഇത് സ്ക്വയർ മാട്രിക്സ് ആണോ അല്ലയോ നിങ്ങൾ പറ സ്ക്വയർ മാട്രിക്സ് ആണോ അല്ലയോ നോക്കി എത്ര റോ ഉണ്ട് 1 2 റോ ഓക്കെ ആണ് എത്ര കോളം ഉണ്ട് 1 2 3 അപ്പൊ ഇതെന്ത് മാട്രിക്സ് ആ സ്ക്വയർ മാട്രിക്സ് ആണോ അല്ല അപ്പൊ നമുക്ക് സ്ക്വയർ മാട്രിക്സ് ആകാൻ പറ്റില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഒരു റോയും കൂടി വന്നാൽ അത് സ്ക്വയർ മാട്രിക്സ് ആവും 5 എന്താണ് 2 1 ഇതെന്താടാ ഇതൊരു സ്ക്വയർ മാട്രിക്സ് അല്ലേടാ നോക്കി ഇതിന്റെ എന്തോടെ സ്ക്വയർ മാട്രിക്സ് അത് 3 റോ 3 കോളം അപ്പൊ ഇതിന്റെ ഓർഡർ എന്താ 3/3 കാരണം എന്താ റോ ഇൻറ്റു കോളമാണ് അപ്പൊ 3/3 ഓക്കെ ആണ്. അപ്പൊ എന്താണ് സ്ക്വയർ മാട്രിക്സ് എന്ന് മനസ്സിലായി. എന്താ സ്ക്വയർ മാട്രിക്സ് എ മാട്രിക്സ് ഇസ് കോൾഡ് എ സ്ക്വയർ മാട്രിക്സ് ഇഫ് ദ നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ് ആർ ഈക്വൽ എത്ര റോ ഉണ്ടോ അത്ര കോളം ഉണ്ടാവണം എത്ര കോളം ഉണ്ടോ എത്ര റോ ഉണ്ടാവണം. അടുത്താണ് റോ മാട്രിക്സ്. എന്താണ് റോ മാട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയേ ഉള്ളൂ റോ മാട്രിക്സ് എന്ന് പറഞ്ഞാല് റോ മാട്രിക്സിൽ ഒറ്റ റോ ഉണ്ടാവാൻ പാടില്ല എത്ര കോളം ഉണ്ടായിക്കോട്ടെ ഒറ്റ റോ മാത്രമുള്ള മാട്രിക്സ് ആണ് എന്ത് റോ മാട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ കോളം മാട്രിക്സ് എന്താവും എത്ര റോ ഉണ്ടായിക്കോട്ടെ ഒറ്റ കോളം മാത്രമുള്ള മാട്രിക്സ് ആണ് എന്ത് കോളം മാട്രിക്സ്. റോ മാട്രിക്സ് എന്താ ഒറ്റ റോ മാത്രമുള്ള മാട്രിക്സ് ആണ് എന്ത് റോ മാട്രിക്സ്. അപ്പൊ എക്സാമ്പിൾ എന്താണ് നോക്കി എന്താണ് എക്സാമ്പിൾ ആയിട്ട് ഞാൻ എഴുതുന്നത് 1 2 ഇതിന് എത്ര റോ ഉണ്ട് ഇതിന് എത്ര റോ ഉണ്ട് ഒറ്റ റോ എത്ര കോളം ഉണ്ട് 2 കോളം ഉണ്ട് 1/2 ആണ് ഇതിന്റെ ഓർഡർ. അപ്പൊ എന്താണ് ഒറ്റ റോ 2 കോളാണ് റോ എന്നായാൽ ഇതെന്താണ് റോ മാട്രിക്സ് ആണ്. വേറെ എക്സാമ്പിൾ എന്താണ് നോക്കി എന്താണ് 5 -1 2 ഇതെന്താടാ ഇതെന്ത് മാട്രിക്സ് ആണ് റോ മാട്രിക്സ്. കാരണം എന്താ ഒറ്റ റോയേ ഉള്ളൂ 3 എത്ര കോളം ഉണ്ടായിക്കോട്ടെ ഇൻഫിനിറ്റി n വരെ കോളം ഉണ്ടായിക്കോട്ടെ ഒരു പ്രശ്നമില്ല ഒറ്റ റോ ഉണ്ടെങ്കിൽ ഇതെന്താണ് 1/3 ആണ് എത്ര. ഇനി വേറൊന്നും എന്താടാ 1 2 3 4 ഇതെന്താണ് ഇത് വേറൊന്നാണ് എന്താണ് 1/4 ആണ് ഇതിന്റെ ഓർഡർ. അപ്പൊ എന്താണ് റോ മാട്രിക്സ് ഒറ്റ റോ മാത്രമുള്ള മാട്രിക്സ് ആണെന്ത് എ മാട്രിക്സ് ഇസ് കോൾഡ് എ റോ ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി വൺ റോ ഒറ്റ റോ മാത്രമുള്ളതാണെന്ത് ഒറ്റ റോ ഉള്ള മാട്രിക്സ് ആണ് റോ മാട്രിക്സ് എത്ര കോളം ഉണ്ടായിക്കോട്ടെ എന്നർത്ഥം. കോളം മാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എ മാട്രിക്സ് ഇസ് കോൾഡ് കോളം മാട്രിക്സ് ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി വൺ കോളമാണ് 1 റോ എന്ന് എഴുതിയിട്ടുള്ള മറന്നു എഴുതിയതാണ് 1 കോളമാണ് ഒറ്റ കോളം മാത്രം കണ്ടെയ്ൻ ചെയ്യുന്ന എന്താണ് ഒറ്റ കോളം മാത്രം കണ്ടെയ്ൻ ചെയ്യുന്ന മാട്രിക്സ് ആണ് ഇത് കോളം മാട്രിക്സ്. എക്സാമ്പിൾ എന്താണ് നോക്കിയേ 1 5 8 ഇതെന്ത് മാട്രിക്സ് ആണ് പറയുന്നത് ഇതെന്ത് മാട്രിക്സ് ആണ് കോളം മാട്രിക്സ്. കാരണം എന്താണ് ഒറ്റ വരിയുള്ളൂ ഓക്കെയാണ് ഒറ്റ കോളേ ഉള്ളൂ എത്ര റോ ഉണ്ടായിക്കോട്ടെ ഇവിടെ 3 റോ ഉണ്ട് അപ്പൊ 3/1 ആണ് ഒറ്റ കോളേ ഉള്ളൂ. അത് എന്ത് മാട്രിക്സ് ആണ് കോളം മാട്രിക്സ് ആണ്. അടുത്ത എക്സാമ്പിൾ എന്താണ് -1 6 ഇതെന്ത് മാട്രിക്സ് ആണ് നമുക്കറിയാവുന്ന പോലെ എന്ത് കോളം മാട്രിക്സ് ആണ്. കാരണം ഒറ്റ കോളേ ഉള്ളൂ 2 റോ ഉണ്ടായിക്കോട്ടെ എത്ര കോളേ ഉള്ളൂ ഒറ്റ കോളേ ഉള്ളെങ്കിൽ ഇവിടെ ഈ അളക്ക 1 ആണെങ്കിൽ കോളത്തിന്റെ എണ്ണത്തിൽ 1 ആണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താ കോളം മാട്രിക്സ് ആണ്. റോന്റെ എണ്ണം 1 ആണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ് റോ മാട്രിക്സ് ആണ്. 2ന്റെ എണ്ണം ഈക്വൽ ആണെങ്കിൽ എന്താണ് അത് സ്ക്വയർ മാട്രിക്സ് ആണ്. അപ്പൊ എന്താ സ്ക്വയർ മാട്രിക്സ് റോയും കോളം എണ്ണവും ഈക്വൽ ആണ്. അപ്പൊ 1/1 എന്താ 1/1 എന്ത് മാട്രിക്സ് ആണ് സ്ക്വയർ മാട്രിക്സ് ആണ്. റോന്റെ എണ്ണം കോളത്തിന്റെ എണ്ണം ഈക്വൽ ആണ് ഓക്കെ ആണ്. പിന്നെന്താ റോ മാട്രിക്സ് എന്താ ഒറ്റ റോ മാത്രമുള്ള മാട്രിക്സ് ആണ്. കോളം മാട്രിക്സ് എന്താ ഒറ്റ കോളം മാത്രമുള്ള മാട്രിക്സ് ആണ് ഓക്കെ ആണോ. വേഗം നമുക്ക് എന്ത് ചെയ്യാം അടുത്ത എക്സാമ്പിൾ ആയിട്ട് ഞാൻ കോളത്തിനൊന്ന് പേര് കൊടുത്തിരുന്നേ ഓക്കെ. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം ഒരു എ എന്ന് വിളിക്കാം ബി എന്ന് വിളിക്കാം ഓക്കെ ആണ്. ഇതിനെന്ത് വിളിക്കാം എ എന്ന് വിളിക്കാം ബി എന്ന് വിളിക്കാം സി എന്ന് വിളിക്കാം ഇതിനെന്ത് വിളിക്കാം പി ക്യൂ എന്ന് വിളിക്കാൻ. വെറുതെ എന്തെങ്കിലും പേര് കൊടുക്കന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. പക്ഷേ ചില മാട്രിക്സിന് അതിൻ്റെതായ നൊട്ടേഷൻ ഉണ്ട്. അതിൽ എക്സാമ്പിളായി ഞാൻ പറഞ്ഞുതരാം. വേഗം നമുക്ക് അടുത്ത മാട്രിക്സിലേക്ക് പോകാം ഓക്കെ ആണോ. അപ്പൊ നമ്മൾ അടുത്ത 4ഉം 5ഉം 6ാമത്തെ മാട്രിക്സ് ആണ്. എന്താണ് 4ാമത്തെ മാട്രിക്സ് ഇതാണ് സീറോ മാട്രിക്സ് അല്ലെങ്കിൽ നൾ മാട്രിക്സ്. നിങ്ങൾ നേരത്തെ എന്തൊക്കെ പഠിച്ചു എന്താ പഠിച്ചത് സ്ക്വയർ മാട്രിക്സ് പഠിച്ചു. എന്താണ് കോളം റോ ഈക്വൽ ആണ്. റോ മാട്രിക്സ് ഒറ്റ റോ കോളം മാട്രിക്സ് ഒറ്റ കോളം. എന്താണ് സീറോ അല്ലെങ്കിൽ നൾ മാട്രിക്സ് അല്ലെങ്കിൽ സീറോ മാട്രിക്സ് നിങ്ങൾ എവിടെ കേട്ടോ അത് നമ്മൾ ഡിനോട്ട് ചെയ്യുക 0 വെച്ചിട്ടാണ്. എന്ത് വെച്ചിട്ടാണ് 0 വെച്ചിട്ടാണ്. അപ്പം എന്താണ് സീറോ മാട്രിക്സ് അത്രേ ഉള്ളൂ. അതിലുള്ള എല്ലാ എലമെന്റ്സും എന്തായിരിക്കണം 0 ആയിരിക്കണം. സീറോ ആയിരിക്കണം. പക്ഷെ സ്ക്വയർ മാട്രിക്സ് ആവണമെന്നില്ല. എങ്ങനെയാവാണ്ട് എന്താവാം ഇത് 0 1 0 2 എന്നൊക്കെ പേര് കൊടുക്കാം. സാധാരണ 0 എന്നൊക്കെ പേര് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ 0 1 0 2 എന്നൊക്കെ പേര് കൊടുത്തു എന്താണ് എന്താവാണോ നോക്കിക്കോ
0 എങ്ങനെ ആവാം? സ്ക്വയർ മാട്രിക്സ് ആവണമെന്നില്ല, അതായത് റോന്റെ കോളത്തിന്റെ എണ്ണം ഈക്വൽ ആവണമെന്നില്ല. പക്ഷെ അതിൽ ഒറ്റ പ്രത്യേകതയുള്ള എല്ലാ എലമെന്റ്സും എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇതിന്റെ ഓർഡർ എന്താ? 2/2. ഇതിന്റെ ഓർഡർ എന്താ? 2/3. എല്ലാ എലമെന്റ്സും A11, A12, A21, A22 എടുത്തു കഴിഞ്ഞാൽ എന്താവണം? എല്ലാ എലമെന്റ്സും 0 ആയിരിക്കണം. അതിനെയാണ് എന്തെന്ന് പറയാ? 0 മാട്രിക്സ് എന്ന് പറയാ. A matrix is called a 0 matrix if all the elements are zeros. അതിന് എന്തുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യാതെ 0 വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അടുത്തതാണ് ഡയഗണൽ മാട്രിക്സ്. ഞാൻ പറഞ്ഞല്ലോ ടൈപ്സ് ഓഫ് സ്ക്വയർ മാട്രിക്സ് നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുകയാണ്? ഞാൻ നേരാണ് എഴുതിയിട്ടുള്ളത്, ടൈപ്സ് ഓഫ് സ്ക്വയർ മാട്രിക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അഥവാ നിങ്ങൾ പഠിക്കാൻ കുറച്ച് ടഫാണ്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? സ്ക്വയർ മാട്രിക്സിനെ തന്നെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിലുള്ള ഒന്നാണ് ഞാൻ ഇവിടെ വെറുതെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. സ്ക്വയർ മാട്രിക്സിലുള്ള ഒന്നെന്ന് പ്രകാരം വെറുതെ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാം? S1 എന്ന് എഴുതാം. ഇത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സ്ക്വയർ മാട്രിക്സ് ആണ്. ഇനിയുണ്ട്, അടുത്തതിൽ എന്തുണ്ട്? സ്ക്വയർ മാട്രിക്സ് ഉണ്ട്. അപ്പൊ ഇത് S1 ആണ്, അതായത് സ്ക്വയർ മാട്രിക്സ് തന്നെയാണ്. എന്താ ഡയഗണൽ മാട്രിക്സ്? ഇത് ഇത്രേ ഉള്ളൂ. എന്താണ്? സ്ക്വയർ മാട്രിക്സ് ആവണം. ഡയഗണൽ മാട്രിക്സ് ആവണമെങ്കിൽ എന്താ പ്രത്യേകത? അത് സ്ക്വയർ മാട്രിക്സ് ആയിരിക്കണം. അതായത് അതിന്റെ ഓർഡർ എന്താവണം? അതായത് റോയും കോളവും ഈക്വൽ ആവണം. കൂടാതെ എന്ത് വേണം? അതിന്റെ നോൺ ഡയഗണൽ എലമെന്റ്സ്. അതിന് മുന്നേ മാട്രിക്സിലെ ഡയഗണൽ നമുക്കറിയാം. ഞാൻ വെറുതെ ഒരു നമ്പർ എഴുതുകയാണെങ്കിൽ ഞാൻ എന്താണ് 1 2 2 1 എന്ന് എഴുതുകയാണെങ്കിൽ ഇതിലെ ഡയഗണൽ എലമെന്റ്സ് ഏതൊക്കെയാണ്? നിങ്ങൾ പറയുന്നത് ഇങ്ങനെ ചെയ്ത് നിൽക്കുന്ന ഇതും ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് ആണെന്ന്. പക്ഷെ ഇവിടെ ഫോർ മാട്രിക്സ് എന്താണ്? മാട്രിക്സിന്റെ കേസിൽ എന്താണ്? ഡയഗണൽ എലമെന്റ്സ് ഇതേ സാധനത്തില് 2 1. ഇതില് മാട്രിക്സിന്റെ കേസിൽ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആര് മാത്രമേ ഉള്ളൂ എന്നറിയോ? എവിടുന്ന് അപ്പർ കോർണറിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരക്കുന്നത് മാത്രമേ ഉള്ളൂ. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കില്ല, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. എന്ത്? സ്ക്വയർ മാട്രിക്സിന്റെ കേസിൽ എന്ത്? ഡയഗണൽ എലമെന്റ്സ് ഏതാണ്? ഈ ഒരു ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്ത്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരക്കുന്നത് മാത്രമേ ഡയഗണൽ എലമെന്റ് ഉള്ളൂ. ഇങ്ങനെയുള്ളതില്ല, ഇത് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പൊ എന്താ ഡയഗണൽ മാട്രിക്സ്? ഡയഗണൽ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. സ്ക്വയർ മാട്രിക്സ് ആവണം, റോന്റെ എണ്ണം കോളത്തിന്റെ എണ്ണം ഈക്വൽ ആവണം. കൂടാതെ അതിന്റെ നോൺ ഡയഗണൽ എലമെന്റ്സ്, ഇതിന്റെ നോൺ ഡയഗണൽ എലമെന്റ്സ് ഏതൊക്കെ? E2 ആ 2 അതിന്റെ നോൺ ഡയഗണൽ എലമെന്റ്സ് എന്തായിരിക്കും? 0 ആയിരിക്കണം. അത്തരം മാട്രിക്സിനെയാണ് എന്തെന്ന് പറയാ? ഡയഗണൽ മാട്രിക്സ് എന്ന് പറയാ. എക്സാമ്പിൾ നോക്കി. എക്സാമ്പിൾ എന്താണ്? ഞാൻ വെറുതെ ഒരു മാട്രിക്സ് എടുക്കുകയാണ്. 1 0 0 2 2 അല്ല, ഇവിടെ 0 എന്താണ്? 5 0 0 -1. ഇതെന്ത് മാട്രിക്സ് ആണ് പറയുന്നത്? എന്ത് മാട്രിക്സ് ആണ്? ഇതാണ് നമ്മുടെ ഡയഗണൽ മാട്രിക്സ്. കാരണം എന്താണ്? ഡയഗണൽ മാട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് ഏതൊക്കെയാ? അതെ, ഇത് മാത്രമാണ് ഡയഗണൽ എലമെന്റ്സ്. ഇതിന് നമ്മൾ സാധാരണ പ്രിൻസിപ്പൽ ഡയഗണൽ അല്ലെങ്കിൽ മേജർ ഡയഗണൽ എന്നൊക്കെ വിളിക്കാറുണ്ട്. അതിനൊന്ന് കൺഫേം ചെയ്യട്ടെ. സാധാരണ നമ്മൾ പലതും വിളിക്കാറുണ്ടെങ്കിലും ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. സാധാരണ പ്രിൻസിപ്പൽ ഡയഗണൽ അല്ലെങ്കിൽ മേജർ ഡയഗണൽ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഞാൻ അവിടെ എഴുതി വെക്കുന്നുണ്ട്. പ്രിൻസിപ്പൽ ഡയഗണൽ എന്നൊക്കെ നിങ്ങൾ വിളിക്കുക. സ്റ്റാൻഡേർഡ് ആയിട്ട് വിളിക്കുന്നവർക്ക് ഇങ്ങനെ വിളിക്കുക. ഈ ഡയഗണലിനെ ഈ ഒറ്റ ഡയഗണൽ മാത്രമേ എന്തുള്ളൂ? ഈ മാട്രിക്സിനുള്ളൂ. ആ ഡയഗണൽ എലമെന്റ്സ് എന്താവണം? നോൺ 0 ആവണം. കൂടാതെ എന്ത് വേണം? അതിന്റെ നോൺ ഡയഗണൽ എലമെന്റ്സ് എല്ലാം എന്താവണം? 0 ആവണം. ഡയഗണൽ 0 അല്ലാത്ത ഡയഗണലിന്റെ അപ്പുറമുള്ള ആൾക്കാർ മൊത്തം ഡയഗണൽ അല്ലാത്ത എല്ലാവരും 0 ആണെങ്കിൽ ഡയഗണൽ 0 എന്ന പ്രശ്നം അതെന്താവും? 0 മാട്രിക്സ് ആവും. ഇവിടെ ഡയഗണലും കൂടി 0 എന്തായാലും അത് 0 മാട്രിക്സ് ആയില്ലേ? അപ്പൊ ഡയഗണൽ 0 അല്ല, ബാക്കി എല്ലാം 0 ആണെങ്കിൽ അതാണ് എന്ത്? ഡയഗണൽ മാട്രിക്സ്. സ്ക്വയർ മാട്രിക്സ് ആയിരിക്കണം എന്ന് പ്രത്യേകം അവർ പറയുന്നുണ്ട്. ഇതിന്റെ ഓർഡർ എന്താണ്? 3/3. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞ എന്താണ്? -1 0 0 ഒരു 6 ഇതെന്ത് മാട്രിക്സ് ആണ്? ഇതും ഡയഗണൽ മാട്രിക്സ് ആണ്. കാരണം ഇത് സ്ക്വയർ മാട്രിക്സ് ആണ്. ഏത് സ്ക്വയർ മാട്രിക്സ് ആണ്? 2/2 സ്ക്വയർ മാട്രിക്സ് ആണ്. കൂടാതെ ഡയഗണൽ എലമെന്റ്സ് 0 അല്ല, നോൺ ഡയഗണൽ എലമെന്റ്സ് എന്താണ്? 0 ആണ്. ഓക്കെ ആണോ? കൺസെപ്റ്റ് ഓക്കെ ആണോ? ഇനി അടുത്തതാണ് സ്കേലാർ മാട്രിക്സ്. സ്കേലാർ മാട്രിക്സ് എന്താവണം? ഒരു സ്ക്വയർ മാട്രിക്സ് ആവണം. സ്കേലാർ മാട്രിക്സ് എന്താവണം? ഒരു സ്ക്വയർ മാട്രിക്സ് ആവണം. പക്ഷെ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. എക്സാമ്പിൾ കാണിച്ചു തരാം. എക്സാമ്പിൾ ആയിട്ട് എന്താണ്? അതിന്റെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം
എന്താണ് ഇസ് കോൾഡ് ഇഫ് ഓൾ നോൺ ഡയഗണൽ എലമെന്റ്സ് എല്ലാം ഇതുപോലെ 0 ആയിരിക്കണം. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താ അറിയോ, ഡയഗണൽ എലമെന്റ്സ് എല്ലാം ഈക്വലും ആയിരിക്കണം. അതിനെയാണ് നമ്മൾ സ്കേലാർ മാട്രിക്സ് എന്ന് വിളിക്കുക. സ്കേലാർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും കോൺസ്റ്റന്റ് എന്ന് പറയാറുണ്ട്. കോൺസ്റ്റന്റ് മാട്രിക്സ്, അതായത് കോൺസ്റ്റന്റ് എന്നല്ല, സ്കേലാർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കോൺസ്റ്റന്റ് ആയിട്ട് കണക്കാക്കുക. അത് ഇത്രയേ ഉള്ളൂ, 1 0 0 0 1 0 0 0 1 ഇങ്ങനെയുള്ള മാട്രിക്സിനെയാണ്. 1 എന്ന് പറയുന്നില്ല, നമുക്ക് ഇവിടെ 2 എടുക്കാം, 2 2 2. കാരണം 1 എടുത്താൽ അത് ഐഡന്റിറ്റി മാട്രിക്സ് ആണ്. അത് നമ്മൾ ഇത് കഴിഞ്ഞാൽ പഠിക്കും. ഞാൻ പറഞ്ഞുതരാം എന്താണ് 1 എടുത്തു കഴിഞ്ഞാൽ വേറെ പ്രത്യേകത ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം 2 2 2 ഡയഗണൽ എല്ലാം സെയിം ആണ്. സ്ക്വയർ മാട്രിക്സ് ആണ്, 3x3 സ്ക്വയർ മാട്രിക്സ് ആണ്. ഡയഗണൽ എല്ലാം സെയിം ആണ്. നോൺ ഡയഗണൽ 0 ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, സ്കേലാർ മാട്രിക്സ്. അല്ലെങ്കിൽ ഡയഗണൽ കോൺസ്റ്റന്റും നോൺ ഡയഗണൽ എലമെന്റ്സ് 0 ആയ മാട്രിക്സിനെ വിളിക്കുന്ന പേരാണ് എന്താ, എന്ത്, സ്കേലാർ മാട്രിക്സ്. അപ്പൊ ഒന്നുകൂടി നോക്കിക്കോ, 0 മാട്രിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാം 0 ആണ്. സ്ക്വയർ മാട്രിക്സ് ആവണം നിർബന്ധമൊന്നുമില്ല. എന്താണ് ഡയഗണൽ മാട്രിക്സ്, സ്ക്വയർ മാട്രിക്സ് ആവണം, ഡയഗണൽ എലമെന്റ്സ് നോൺ 0 ആവണം. കൂടാതെ നോൺ ഡയഗണൽ എലമെന്റ്സ് എല്ലാം എന്തായിരിക്കണം, 0 ആവണം. നോൺ ഡയഗണൽ എലമെന്റ്സ് ഇതാണ് ഡയഗണൽ, അതല്ലാത്ത എല്ലാം 0 ആണ്. ഡയഗണൽ എന്തോ ആവണം, നോൺ 0 ആയിരിക്കണം, 0 അല്ലാത്തതും ആയിരിക്കണം. അത്രേ ഉള്ളൂ പരിപാടി. സ്ക്വയർ മാട്രിക്സ് ആവണം. അടുത്താണ് സ്കേലാർ മാട്രിക്സ്. എന്താണ്, ഡയഗണൽ അല്ലാത്ത എല്ലാവരും 0, ഡയഗണൽ കോൺസ്റ്റന്റ് ആവണം. ഡയഗണൽ ഏതാണോ അത് തന്നെ ആയിരിക്കണം. വേറെ ഒന്നും എടുക്കുകയാണെങ്കിൽ വേറെ എന്താ പറയുക, എക്സാമ്പിൾ ഈക്വൽ ടു എന്താടാ നോക്കിക്കോ, എന്താണ് വേറെ ഒന്നും എടുക്കുകയാണെങ്കിൽ എന്താണ്, -1 -1 -1 0 0 0 0 0 ഇതെന്താടാ, ഒന്ന് വൃത്തിയാക്കി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 0. ഓക്കെ, പരിപാടി കഴിഞ്ഞു. ഇത് 3x3 മാട്രിക്സ് ആണ്. എന്താണ്, ഇതെല്ലാം ഡയഗണൽ എല്ലാം സെയിം ആയിരിക്കണം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഡയഗണൽ എല്ലാം എന്തായിരിക്കണം, സെയിം ആയിരിക്കണം, സെയിം ആയിരിക്കണം. ഡയഗണൽ എല്ലാം എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അതാണ് ഇവിടുത്തെ മെയിൻ ഫീച്ചർ. അപ്പൊ ഇത്രയേ ഉള്ളൂ പരിപാടി. വേഗം നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതിലേക്ക് പോവാം. അപ്പൊ നമ്മളെ ടൈപ്സ് ഓഫ് മാട്രിക്സിലെ 7ാമത്തെ ആളാണ് യൂണിറ്റ് മാട്രിക്സ് അല്ലെങ്കിൽ ഐഡന്റിറ്റി മാട്രിക്സ്. എന്താണ് യൂണിറ്റ് മാട്രിക്സ്? ഇത് നമ്മുടെ എന്താണ് സ്ക്വയർ മാട്രിക്സിലെ 3ാമത്തെ ആളായിരുന്നു. നിങ്ങൾക്ക് സ്ക്വയർ മാട്രിക്സിനെ തരംതിരിക്കുകയാണെങ്കിൽ 1ാമത്തെ ആൾ ആരായിരുന്നു, ഡയഗണൽ മാട്രിക്സ് ആയിരുന്നു. 2ാമത് സ്കേലാർ മാട്രിക്സ് ആണ്. 3ാമത്തെ ആരാടാ, നമ്മുടെ യൂണിറ്റ് മാട്രിക്സ് ആണ്. 4ാമത്തെ ആരാണ്, ഇത് ഇങ്ങനെ എന്താണ് സ്ക്വയർ മാട്രിക്സ് ആണ്. ട്രയാങ്കുലർ മാട്രിക്സ് എന്താണ്, സ്ക്വയർ മാട്രിക്സ് ആണ്. അപ്പൊ എന്താണ് യൂണിറ്റ് മാട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പൊ യൂണിറ്റ് മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂടാ. ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ട് ഞാൻ നേരത്തെ സ്ക്വയർ മാട്രിക്സിൽ നമ്മളോട് എന്ത് എഴുതി, സ്കേലാർ മാട്രിക്സ് എഴുതി. അപ്പൊ ഞാൻ വന്നിട്ടപ്പോൾ പറഞ്ഞു വേറൊരു സാധനം വരാണ്ടെന്ന്. ആ വരാനുള്ള സാധനമാണ് യൂണിറ്റ് മാട്രിക്സ് അല്ലെങ്കിൽ ഐഡന്റിറ്റി മാട്രിക്സ്. ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക I എന്ന് പറഞ്ഞ അക്ഷരം യൂസ് ചെയ്താൽ. ഞാൻ ചില വാക്കുകൾ മാത്രമേ എന്ത് ഓരോന്ന് വെച്ച് ഞാൻ കഴിഞ്ഞ ഇതിന് തൊട്ടു മുന്നേ പറഞ്ഞതിൽ എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ മാട്രിക്സിന് പേര് കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ കൊടുക്കാൻ മറക്കരുത്. അതിനെന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ 0 മാട്രിക്സിന് 0 എന്നും ഐഡന്റിറ്റി മാട്രിക്സിന് I എന്നും മാത്രം ഇടാൻ പാടുള്ളൂ. I1 I2 ഒക്കെ നിങ്ങൾക്ക് ഇടാം. ഓക്കെ, അങ്ങനെയാണ് ഞാൻ വെറുതെ ഒരു മാട്രിക്സ് I1 എന്ന് പറയുന്ന മാട്രിക്സ് എഴുതാണ്. ഇതിന്റെ പ്രത്യേകത ഇത്രയുള്ളൂടാ, ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആയിരിക്കണം. ഡയഗണൽ എലമെന്റ്സ് എന്താണ്, 1 ആയിരിക്കണം. നോൺ ഡയഗണൽ എന്താകണം, 0 ആവണം. ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആയിരിക്കണം. അപ്പൊ ഇതെന്താണ് സ്ക്വയർ മാട്രിക്സ്. എന്തൊക്കെ ശ്രദ്ധിക്കണം, സ്ക്വയർ മാട്രിക്സ് ആവണം. കൂടാതെ ഡയഗണൽ എലമെന്റ്സ് 1 ആവണം. നോൺ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 0 ആവണം. ഇതിന് വേറൊരു എക്സാമ്പിൾ എന്താ, ഐഡന്റിറ്റി മാട്രിക്സിന് I2 എന്താണ്, വേറൊരു എക്സാമ്പിൾ എന്താ നോക്കി എന്താണ് 1 0 0 0 1 0 0 0 1. ഈ ഐഡന്റിറ്റി മാട്രിക്സിനാണ് ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇത് പല സാഹചര്യങ്ങളിലും നമ്മളോട് ഐഡന്റിറ്റി മാട്രിക്സ് എഴുതാൻ പറയും. ഏതെങ്കിലും ഒരു 2x2 മാട്രിക്സ് തരും, എന്നിട്ട് അതിനനുയോജ്യമായ ഐഡന്റിറ്റി മാട്രിക്സ് എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക, 2x2 ഐഡന്റിറ്റി മാട്രിക്സ് എഴുതുക. 3x3 ഐഡന്റിറ്റി, ഏതെങ്കിലും 3x3 മാട്രിക്സ് വരുന്നത് അതിനോട് അനുയോജ്യമായ എന്ത് എഴുതാൻ പറയും, ഐഡന്റിറ്റി മാട്രിക്സ് എഴുതാൻ പറയും. അതെന്താ എഴുതുക, 3x3 എഴുതുക. അപ്പൊ ഇതെന്താണ് 3x3 മാട്രിക്സ് ആണ്. കാരണം എന്താണ് 3 റോ ഉണ്ട്, 3 കോളം ഉണ്ട്. എന്താണ് ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആവണം. നോൺ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 0 ആയിരിക്കണം. മാട്രിക്സ് സ്ക്വയർ മാട്രിക്സ് എന്ന് അവർ അടിവരായിട്ട് പറയുന്നുണ്ട്. ഈസ് കോൾഡ് യൂണിറ്റ് മാട്രിക്സ് ഇഫ് ഓൾ ഇറ്റ്സ് നോൺ ഡയഗണൽ എലമെന്റ്സ്. ഡയഗണൽ അല്ലാത്ത എലമെന്റ്സ് എല്ലാം എന്തായിരിക്കണം, 0 ആവണം. ഡയഗണൽ എലമെന്റ്സ് എന്തായിരിക്കണം, യൂണിറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കണം. നിങ്ങൾ പലതവണ കേട്ടിട്ടുണ്ടാവും ഡയഗണൽ എലമെന്റ്സ് എല്ലാം സെയിം ആണെങ്കിലോ, സെയിം ആണ് ഒന്നൊഴികെ
ഒന്നും ഒഴിക്കുക ഡയഗണൽ എലമെന്റ്സ് എല്ലാം സെയിമും നോൺ ഡയഗണൽ എലമെന്റ് എല്ലാം സീറോ ആണെങ്കിൽ അതിന് എന്ത് വിളിക്കും? നമ്മൾ സ്കേലാർ മാട്രിക്സ് എന്ന് വിളിക്കും. ഡയഗണൽ എലമെന്റ്സ് ഒഴികെയുള്ള ബാക്കി എല്ലാം സീറോ ആണെങ്കിൽ എന്ത് വിളിക്കും? ഡയഗണൽ എലമെന്റ്സ് എന്തോ ആയിക്കോട്ടെ, 0 വരാൻ പാടില്ല, 1 വരാൻ പാടില്ല. അതല്ലാത്ത ബാക്കി എന്ത് വന്നു കഴിഞ്ഞാൽ എന്താണത്? ഡയഗണൽ മാട്രിക്സ് ആണ്. 1 വന്നാൽ എന്താ പോയത്? എന്ത് മാട്രിക്സ് ആയി പോയി? യൂണിറ്റ് മാട്രിക്സ് ആയി. 0 വന്നത് എന്ത്? 0 മാട്രിക്സ് അല്ലെങ്കിൽ നൾ മാട്രിക്സ് ആയി പോയി. അപ്പോൾ സ്ക്വയർ മാട്രിക്സ് ആവണം എന്താവണം? ഡയഗണൽ 1 ആയിരിക്കണം, നോൺ ഡയഗണൽ 0 ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി ട്രയാങ്കുലർ മാട്രിക്സിൽ നമ്മൾ രണ്ടായി തിരിച്ചിട്ടുണ്ട്. അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് ഉണ്ട്, ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് ഉണ്ട്. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, അത് ചിലരെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഞാനൊന്ന് പറഞ്ഞതാണ്, ഇത് നമ്മുടെ എൻസിലായിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ടൊന്ന് പറഞ്ഞതാണ്. എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്ക് ഏത് പേരിട്ട് വിളിക്കാം? ഞാൻ ജസ്റ്റ് ഒരു പി എന്ന് വിളിക്കുകയാണ്. പി ഇസ് ഈക്വൽ ടു എന്താണ്? ഇതൊരു സ്ക്വയർ മാട്രിക്സ് ആവണം, സ്ക്വയർ മാട്രിക്സ് ആവണം. കൂടാതെ അപ്പർ ആണെങ്കിൽ എന്താണെങ്കിൽ അപ്പർ ട്രയാങ്കുലർ ആണെങ്കിൽ ഈ ഒരു എന്തിന്റെ നോക്കിക്കോ, എന്താണ് ഈ ഒരു നിങ്ങൾ ഡയഗണൽ എലമെന്റ്സിന്റെ അപ്പർ ട്രയാങ്കുലർ ആണെങ്കിൽ ഡയഗണൽ എലമെന്റ്സിന്റെ അടിയിലുണ്ടല്ലോ, ഡയഗണൽ എലമെന്റ്സിന്റെ അടിയിലുള്ള ആൾക്കാർ അവരെല്ലാം 0 ആയിരിക്കണം. ഡയഗണൽ എലമെന്റ്സിന്റെ മേലുള്ള ആൾക്കാരോ ഡയഗണൽ എലമെന്റ്സിന്റെ മേലുള്ള ആൾക്കാർ എന്താണ്? നോൺ 0 ആവണം. എക്സാമ്പിൾ എന്താണ്? 1 5 6 എന്താണ്? 2 2 3 ഒരു -1 -6 ഇതാണ് എന്ത്? നോക്കിക്കോ, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ആക്കാം 0 0 0. ഇതാണ് എന്ത്? ഇതാണ് എന്തിന് എക്സാമ്പിള്? നമ്മുടെ അപ്പർ ട്രയാങ്കുലറിന് എക്സാമ്പിൾ. ഇത് 3x3 മാട്രിക്സ് ആണ്, അതായത് സ്ക്വയർ മാട്രിക്സ് ആണ്. ഡയഗണൽ എലമെന്റ് ഏതാ? ഇതാണ്, ഈ ഒരു ഗ്യാപ്പാണ്, ഇത്രയും ഭാഗമാണ് ഇതാണ് ഡയഗണൽ എലമെന്റ്. ഡയഗണൽ എലമെന്റും അതിന്റെ മേലുള്ള ആൾക്കാർ എന്താവണം? നോൺ 0 ആവണം. ഡയഗണലിന്റെ അപ്പർ ആണെങ്കിൽ ഡയഗണലിന്റെ അടിയിലുള്ള എല്ലാവരും എന്താവണം? 0 ആവണം. അപ്പൊ ലോവർ ആണെങ്കിൽ എന്താ പ്രത്യേകത? ലോവർ നമുക്ക് എന്ത് ചെയ്യാം? ക്യൂ എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും അക്ഷരം ഉപയോഗിക്കുക. ക്യൂ ഈക്വൽ ടു എന്താണ്? അപ്പറിൽ ഡയഗണലിന്റെ അടിയിലുള്ള ആൾക്കാരാണെങ്കിൽ 0 എങ്കിൽ, ലോവർ ആണെങ്കിൽ ഡയഗണലിന്റെ മേലുള്ള ആൾക്കാർ 0. നേരെ തിരിച്ചാലോചിച്ചാൽ മതി. അപ്പറിൽ താഴെയുള്ള ആൾക്കാർ 0, ലോവറിൽ മേലുള്ള ആൾക്കാർ 0. അത്രേ ഉള്ളൂ. അപ്പൊ എന്താണ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നോക്കിയേ, എന്താണ്? ഡയഗണലിന്റെ എവിടെയുള്ള ആൾക്കാർ? ഡയഗണലിന്റെ മേലുള്ള ആൾക്കാർ 0 ആണ്. 1 2 3 എന്താണ്? 1 2 3 4 5 6. ഓക്കെ, പിന്നെന്താണ് നമുക്ക് നോക്കാം. ഇവിടെ ഒരു -1 കൂടെ ഇടാം. ഇനി ബാക്കിയുള്ള ആൾക്കാർ മൊത്തം 0 0 0 0. ഇതാണ് എന്ത്? നമ്മുടെ എന്ത് മാട്രിക്സ് ആ? ലോവർ ട്രയാങ്കുലർ മാട്രിക്സ്. ഇതും 3x3 ആണ്. 2x2 എഴുതാൻ നിങ്ങൾക്ക്. അപ്പൊ എന്താണ് 3x3 വരുന്നത്? നോക്കിയേ, ഇത് നോക്കി, നമ്മുടെ ഡയഗണൽ എലമെന്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരക്കുന്ന ഡയഗണൽ എലമെന്റ്, ആ ഡയഗണൽ എലമെന്റ് ഡയഗണൽ എലമെന്റും അതിന്റെ താഴെയുള്ള ആൾക്കാർ എന്താവണം? അതെന്താണ്? നോൺ 0 ആണ്. ഡയഗണൽ എലമെന്റിന്റെ മേലുള്ള ആൾക്കാർ എന്താണ്? 0 ആണ്. ലോവറിൽ മേലുള്ള ആൾക്കാർ 0 ആവുക, അപ്പറിൽ താഴെയുള്ള ആൾക്കാർ 0 ആവുക. അത്രേ ഉള്ളൂ പരിപാടി. എവിടെയെങ്കിലും മനസ്സിലാവാതെ ചോദിച്ചോ, ഒരു പ്രശ്നമില്ല. എത്ര തവണ ഞാൻ പറഞ്ഞത്, ഒരു പ്രശ്നമില്ല. അപ്പൊ എന്താണ് യൂണിറ്റ് മാട്രിക്സ്? യൂണിറ്റ് മാട്രിക്സ് ഇമ്പോർട്ടന്റ് ആണ്. സ്ക്വയർ മാട്രിക്സ് ആവണം. ഡയഗണൽ എലമെന്റ്സ് 1 ആയിരിക്കണം, നോൺ ഡയഗണൽ എലമെന്റ്സ് 0 ആയിരിക്കണം. 3 കണ്ടീഷനാണുള്ളത്. എന്താണ് അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ്? സ്ക്വയർ മാട്രിക്സ് ആവണം. എന്തൊക്കെ? ഡയഗണലും അതിന്റെ എവിടെയുള്ള ആൾക്കാർ? മേലെയുള്ള ആൾക്കാരും നോൺ 0 ആവണം, താഴെയുള്ള ആൾക്കാർ 0 ആവണം. എന്താ ലോവർ ട്രയാങ്കുലർ? ഡയഗണലും എന്തായാലും സ്ക്വയർ മാട്രിക്സ് ആവണം. ഡയഗണലും അതിന്റെ താഴെയുള്ള ആൾക്കാരും നോൺ 0 ആയിരിക്കണം. ഡയഗണലിന്റെ മേലുള്ള ആൾക്കാർ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇതാ ഡയഗണൽ, അതിന്റെ മേലുള്ള ആൾക്കാർ 0, ഇതാ ഡയഗണൽ, അതിന്റെ താഴെയുള്ള ആൾക്കാർ 0. 2x2 എഴുതാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് എഴുതി നോക്കുക. അപ്പൊ എന്താണ്? ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക I എന്നാണ്. യൂണിറ്റിനെ നൾ വെക്ടറിനെ 0 വെച്ചിടും. അതോടെ നമ്മൾ ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് തീരാണ്. ഏതൊക്കെ പഠിച്ചു? സ്ക്വയർ മാട്രിക്സ്, റോ കോളം മാട്രിക്സ്, പിന്നെന്താണ് ഡയഗണൽ മാട്രിക്സ്, പിന്നെന്താണ് സ്കേലാർ മാട്രിക്സ്, പിന്നെ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ് പഠിച്ചത്? പിന്നെന്താ പഠിച്ചത്? നമ്മൾ ഐഡന്റിറ്റി മാട്രിക്സ്, പിന്നെന്താ പഠിച്ചു? നൾ മാട്രിക്സ്, പിന്നെന്താ ട്രയാങ്കുലർ മാട്രിക്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. ഓക്കെ, എല്ലാം ഒന്നുകൂടി പറഞ്ഞുതരാം. ഡയഗണലാകുമ്പോൾ റോന്റെയും കോളത്തിന്റെ എണ്ണം ഈക്വൽ ആവണം. ഡ്രോ ആണെങ്കിൽ ഒറ്റ റോ, കോളം ആണെങ്കിൽ ഒറ്റ കോളം. ഡയഗണലാണെങ്കിൽ എന്താണ് പ്രത്യേകത? ഡയഗണൽ എലമെന്റ്സ് ഒഴികെയുള്ള ബാക്കി എല്ലാവരും 0 ആവണം. സ്കേലാർ എന്ന് പറയുമ്പോൾ ഡയഗണൽ എലമെന്റ്സ് എല്ലാം സെയിം ആവണം. കൂടാതെ നോൺ ഡയഗണൽ എലമെന്റ്സ്, ഡയഗണൽ അല്ലാതെ എല്ലാവരും 0 ആയിരിക്കണം. നൾ മാട്രിക്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും 0 ആയിരിക്കണം. പിന്നെന്താ അടുത്തത്? നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ്? ഇതന്നല്ലേ. പിന്നെ നമ്മളെന്താ പഠിച്ചത്?
ഡയഗണൽ മാട്രിക്സ് സ്ക്വയർ മാട്രിക്സ് ആവണം, സ്കേലർ മാട്രിക്സ് സ്ക്വയർ മാട്രിക്സ് ആവണം. നൾ മാട്രിക്സിന് പിന്നെ അങ്ങനത്തെ പ്രത്യേകത ഒന്നുമില്ല. പിന്നെ നമ്മുടെ ആൾക്കാർ യൂണിറ്റി മാട്രിക്സ് എന്തായിരിക്കണം, സ്ക്വയർ മാട്രിക്സ് ആയിരിക്കണം. ഡയഗണലെല്ലാം 1 ആയിരിക്കണം. ഡയഗണലിന്റെ മേലെയും താഴെയുള്ള ആൾക്കാർ ഡയഗണൽ അല്ലാത്ത എലമെന്റ്സ് 0 ആയിരിക്കണം. പിന്നെ ട്രയാങ്കുലർ മാട്രിക്സ് ആണ്. അപ്പറിലാണെങ്കിൽ ലോവറിലുള്ള ആൾക്കാർ മൊത്തം 0, അതായത് ഡയഗണലിന്റെ താഴെയുള്ള ആൾക്കാർ 0, ലോവറിലാണെങ്കിൽ ഡയഗണലിന്റെ മേലുള്ള ആൾക്കാർ 0. അത്രേ ഉള്ളൂ പരിപാടി. എവിടെയെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനൊക്കെ പേര് കൊടുക്കാൻ പഠിക്കണം. എന്തെങ്കിലുമൊക്കെ പേര് കൊടുക്കുക. സ്ക്വയർ യൂണിറ്റിനാണെങ്കിൽ I എന്ന് മാത്രമേ പേര് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ നള്ളിനാണെങ്കിൽ എന്ത് ചെയ്യുക, 0 എന്ന് പേര് കൊടുക്കുക. അത്രേ ഉള്ളൂ പരിപാടി. വേഗം നമുക്ക് അടുത്ത ചെറിയൊരു ടോപ്പിക്കിലേക്ക് പോവാം. എടാ, അപ്പൊ അടുത്തതാണ് എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള, അഥവാ നിങ്ങളോട് നമ്മൾ ഇത് അധികം എൻട്രൻസിന് ഞാൻ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. ചില ആൾക്കാർക്കൊന്നും പഠിപ്പിച്ചു തരില്ല. പക്ഷെ ട്രേസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. എന്താന്ന് പറയുന്നത്, ഇത് എൻട്രൻസിനാണ് മെയിനായിട്ട് ചോദിക്കാറ്. പക്ഷെ നമ്മുടെ ബോർഡ് എക്സാമിന് ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ചോദിച്ചേക്കാം. എന്താ ട്രേസ് എന്ന് ചോദിക്കുക. ട്രേസ് കാണാൻ വേണ്ടി ചോദിക്കുക. ട്രേസ് എന്ന് പറഞ്ഞാൽ എത്രേ ഉള്ളൂ, ഏതെങ്കിലും ഒരു മാട്രിക്സ് എടുക്കുക. ഞാൻ ഇപ്പോൾ തൽക്കാലം ഏതെങ്കിലും ഒരു എ എന്ന് പറയുന്ന ഒരു മാട്രിക്സ് എടുക്കാം. എ എന്ന് പറയുന്ന മാട്രിക്സ് 5 7 -2, പിന്നെ 3 2 1, പിന്നെന്താണ് 6 -2 -3. ഇതാണ്, അല്ലെങ്കിൽ ഒരു +3 ആയിക്കോട്ടെ, പുറത്ത് 3 തന്നെ ആയിക്കോട്ടെ. എന്താണ് ട്രേസ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഏതെങ്കിലും ഒരു മാട്രിക്സ് 2/2 ആയിക്കോട്ടെ, 3/, ഏത് മാട്രിക്സ് ആയിക്കോട്ടെ, അതിന്റെ ഡയഗണൽ, ഏതാ ഡയഗണൽ, ഇത് ഇങ്ങനെയുള്ളത് മാത്രമാണ് ഡയഗണൽ. ആ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മാണ് എന്താ ട്രേസ്. ഏതെങ്കിലും ഒരു മാട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മാണ് എന്ത് ട്രേസ് എന്ന് പറയുന്നത്. അപ്പൊ ട്രേസിന് നമ്മൾ TR എന്ന് ഡിനോട്ട് ചെയ്യും. അത് ഏതിന്റെയാണ്, ഏടേതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ കാണിക്കും. ട്രേസ് ഓഫ് എ എന്ന് പറയുന്ന മാട്രിക്സിന്റെ ട്രേസ് എന്താണ്, 5 + 2 + 3 ആണ്. അത് എത്രയാണ്, 8 10 ആണ്. എന്താണ്, 10 ആണ്. അപ്പൊ ട്രേസ് ഓഫ് എ എന്താണ്, അത് 10 ആണ്. ട്രേസ് ഓഫ് എ എന്താണ്, 10 ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു മാട്രിക്സ് ആണോട്ടെ, സ്ക്വയർ ആവണമെന്നൊന്നുമില്ല. ഏത് മാട്രിക്സ് വന്നാലും അതിന്റെ ഡയഗണൽ എലമെന്റ്സിനെ മൊത്തം കൂട്ടി കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരാണെന്ത്, ആ ഒരു മാട്രിക്സിന്റെ സം എന്താ, മാട്രിക്സിന്റെ ട്രേസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ട്രേസ് നോക്കി, എന്താ ട്രേസറാ, സം ഓഫ് ഓൾ ഡയഗണൽ എലമെന്റ്സ്. സം ഓഫ് ഓൾ ഡയഗണൽ എലമെന്റ്സ് ഓഫ് എ മാട്രിക്സ് ഇസ് കോൾഡ് ട്രേസ്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്ത് ഇങ്ങോട്ട് TR of X എന്നാണ്. ഏതാണോ മാട്രിക്സ് അത് അവിടെ കൊടുക്കുക. ഇവിടെ നമ്മൾ എടുത്ത മാട്രിക്സ് ഏതാണ്, TR of A. ഡയഗണൽ എലമെന്റ്സ് കൂട്ടിയാൽ കിട്ടുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ട്രേസ്. ഓക്കെ, ഇനി ട്രേസിന് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്. എന്താ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ എന്ത് ചെയ്യണം, 2 മാട്രിക്സിന്റെ ട്രേസുകൾ ആഡ് ചെയ്യാണ്. ട്രേസ് ഓഫ് A + B എന്ന് എനിക്ക് ചെയ്യണമെങ്കിൽ, 2 മാട്രിക്സിന്റെ ട്രേസ് കൂട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആദ്യത്തിന്റെ ട്രേസ് കാണുക പ്ലസ് എന്ത് ചെയ്യുക, രണ്ടാമത്തിന്റെ ട്രേസ് കാണുക, അത് 2 കൂട്ടിയാലും മതി. ഇങ്ങനെ ചെയ്യുന്നതിന് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്താലും മതി. ഇത് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം എന്റെ ട്രേസ് കാണുക, പിന്നെ ബിന്റെ ട്രേസ് കാണുക. ഇത് 2 കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും, A + B ട്രേസ് കിട്ടും. അത്രേ ഉള്ളൂ പരിപാടി. ഇനി നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു കോൺസ്റ്റന്റിന്റെ കൂടെ എനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ട്രേസ്. K എന്ന് പറയുമ്പോൾ എന്താണ്, കോൺസ്റ്റന്റ് ആണ്. K എന്ന് പറയുമ്പോൾ എന്താണ്, സ്കേലാർ ആണെന്ന് പറയും. സ്കേലാർ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണ്. സ്കേലാർ നമ്മൾ ഈ പാഠത്തിൽ നമ്മൾ സ്കേലാർ എന്ന വാക്ക് ഉപയോഗിക്കുക. അപ്പം ട്രേസ് ഓഫ് K എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ആ കോൺസ്റ്റന്റ് നിങ്ങൾ പുറത്തെടുത്തിട്ട് എന്ത് ചെയ്യാം, ട്രേസ് ഓഫ് A കാണാം. ഇത് കണ്ടാലും സെയിം ആണ്, ഇത് കണ്ടാലും സെയിം ആണ്. അതായത് ഇത്രേ ഉള്ളൂ. നിങ്ങളിത് വലിയ മനസ്സിലാക്കണ്ട. ട്രേസ് ഓഫ് A + B എന്ന് പറയുമ്പോൾ ട്രേസ് ഓഫ് A ട്രേസ് ഓഫ് പ്ലസ് ട്രേസ് ഓഫ് B ആണ്. ട്രേസ് ഓഫ് K എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കോൺസ്റ്റന്റിന്റെ കൂടെ A എന്ന് പറഞ്ഞ മാട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്തതിന്റെ ട്രേസ്. ജസ്റ്റ് നിങ്ങൾക്കൊരു ഇത് കാണിച്ചു തരാം. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു മാട്രിക്സ് ഉണ്ട്. അതായത് ഇപ്പോൾ A എന്ന് പറയുന്ന ഒരു മാട്രിക്സ് ഉണ്ട്. ആ മാട്രിക്സ് 1 2 2 2 ആണ്. ഇതിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്യാം, ഒരു കോൺസ്റ്റന്റിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഈ A എന്ന് പറയുന്നതിന്റെ കൂടെ ഒരു കോൺസ്റ്റന്റിന് ഞാൻ ഇപ്പോൾ 1 2 എന്ന് പറയുന്നതിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു കോൺസ്റ്റന്റിനെ, ഒരു സ്കേലാറിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ, ഞാൻ കുറച്ചെല്ലാം കൃത്യമായി പഠിപ്പിക്കും. ഇപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എല്ലാത്തിനെയും പിടിച്ച് ഈ കോൺസ്റ്റന്റിനോട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 മാട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേറെ രീതി ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സ്കേലാറിന് ഒരു മാട്രിക്സ്, ഒരു കോൺസ്റ്റന്റിനെ പിടിച്ച് ഒരു മാട്രിക്സിനെ മൾട്ടിപ്ലൈ എന്ത് ചെയ്താൽ മതി അറിയോ, എല്ലാവരും എങ്ങനെ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എന്താ, 2 × 1 അത് 2, 2 × 2 അത് 4, 2 × 2 അത് 4, 2 × 2 അത് 4. ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് ട്രേസ് കാണും. ഇതിന്റെ ട്രേസ് എത്രയാണ്, ഇതിന്റെ ട്രേസ് എത്രയാണ്, അത് 8 ആണ്. അല്ലെ, സോറി, ട്രേസ് ഓഫ് A എന്താണ്, 6 ആണത്. ഇങ്ങനെ ചെയ്തിട്ട് എന്താണ്, ട്രേസ് ഓഫ് A എന്ന് പറയുന്നത്, ഇപ്പൊ ട്രേസ് ഓഫ് A എന്താണ്, 6 ആണ്. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, അതായത് ഈ കോൺസ്റ്റന്റിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ ട്രേസ് കണ്ടാലും, അല്ലെങ്കിൽ എങ്ങനെയും കാണാൻ നിങ്ങൾക്ക്, ആദ്യം ആ കോൺസ്റ്റന്റിനെ പുറത്ത് നിർത്തുക. ഇൻറ്റു, ഇനി എന്ത് ചെയ്യുക, ഇൻറ്റു ആണ് ഇവർക്കിടയിൽ. ഇൻറ്റു ട്രേസ് ഓഫ് A എന്താ, ഈ എയുടെ ട്രേസ് എന്താ, എന്റെ ട്രേസ് എന്താ 3, എന്റെ ട്രേസ് എന്താ 3 ആണ്. അത് 2 ചെയ്താലും എന്തെങ്കിലും കിട്ടുക, 2 സെയിം ആൻസറാണ് കിട്ടുക എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ
കോൺസ്റ്റന്റ് വെച്ചിട്ട് എനെ മൾട്ടിപ്ലൈ ചെയ്തതിന്റെ ട്രേസ് കണ്ടാലും കോൺസ്റ്റന്റിനെ മാറ്റി എടുത്തിട്ട് എന്റെ ട്രേസ് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്താലും സെയിം ആണ് കിട്ടുക. വലുതായിട്ട് പഠിക്കുന്നു വേണ്ട. ട്രേസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആണെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ഈ ഒരു പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കുക. ഇതൊന്നും നിങ്ങളിപ്പോൾ പഠിക്കണമെന്നില്ല, ഞാൻ കുറച്ച് വിശദമായിട്ട് പഠിപ്പിച്ചു തരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് പറ്റുകയാണെങ്കിൽ 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യാം, അല്ലെങ്കിൽ ബാക്കി നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. ഓക്കെ ആണോടാ? അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ നൽകിയിരിക്കുന്നത്. അപ്പം എന്താണ് ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോകുന്നത്, നല്ല ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഇതുവരെയുള്ള കൺസെപ്റ്റ് മനസ്സിലായാൽ മാത്രമേ ഇനിയുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ ഏത് കൺസെപ്റ്റ് നിങ്ങൾക്ക് കത്തേണ്ടതെന്ന് അറിയോ? ഞാൻ ജനറൽ ആയിട്ടൊരു കാര്യം പറഞ്ഞില്ല നിങ്ങൾക്ക് ഫസ്റ്റ് വീഡിയോ തന്നെ അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത്. അതിന് മുന്നേ ഇതൊന്ന് നോക്കുക. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇടയ്ക്ക് ഒരു 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിനെ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഒന്ന് നോക്കി നോക്കുക എന്താ സംഭവം. ഓക്കെ, അതാണ് എ മാട്രിക്സ് ആസ് 24 എലമെന്റ്സ്. ഒരു മാട്രിക്സിൽ 24 എലമെന്റ് ഉണ്ട്. ഓക്കെ ആണ്. വാട്ട് ആർ ദ പോസിബിൾ ഓർഡേഴ്സ്? ഇതിന് പോസിബിൾ ആയ ഓർഡേഴ്സ് എന്താ ഓർഡേഴ്സ്? m/n എന്നൊക്കെ എഴുതില്ല നമ്മൾ, 2/2 അങ്ങനെയുള്ള ഓർഡേഴ്സ്. ഇതിന് ഏതൊക്കെ ഓർഡേഴ്സ് പോസിബിൾ ആവും? ഇതിലുണ്ടാവുന്ന 24 എലമെന്റ് ഉള്ള ഒരു മാട്രിക്സിന്റെ ഓർഡർ പോസിബിൾ ആയ ഓർഡേഴ്സ് എത്രയാണെന്ന് ചോദിച്ചത്. വാട്ട് ഇഫ് ഇറ്റ് ഹാസ് 13 എലമെന്റ്സ്? അഥവാ ഇതിന് 13 എലമെന്റ്സ് ആണെങ്കിൽ അതിന് ഏതൊക്കെ പോസിബിൾ ആവും? അപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ നോക്കാണ്ട്. എന്തൊക്കെയാണ്? 24 എലമെന്റിന്റെ ഓർഡറും 13 എലമെന്റിന്റെ ഓർഡറും. അപ്പൊ എങ്ങനെയാണ് ഒരു മാട്രിക്സിന്റെ ഓർഡർ നമ്മൾ എഴുതിയത്? ഞാൻ വെറുതെ ഒരു മാട്രിക്സ് കൺസിഡർ ചെയ്യാണ്. 1 2 2 4 ഇതൊരു മാട്രിക്സ് ആണ്. എന്താ ഈ മാട്രിക്സിന്റെ പ്രത്യേകത? ഇതിന്റെ ഓർഡർ നമ്മൾ എങ്ങനെ എഴുതുക? എത്ര റോ ഉണ്ട്? 2 റോ. എത്ര കോളം ഉണ്ട്? 2 കോളം. അങ്ങനെയാണ് ഇതിന്റെ മാട്രിക്സ് എഴുതുന്നത്. അതിലൂടെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഈ 2 സാധനം മൾട്ടിപ്ലൈ ചെയ്ത് അതിനുള്ളിലുള്ള മൊത്തം നമ്പേഴ്സ് കിട്ടും. ഓക്കെ, 2 × 2 എന്താ 4. 1 2 3 4 മൊത്തം എലമെന്റ്സ് 4 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഓർഡർ എഴുതുക? ഇത്രയേ ഉള്ളൂ. എങ്ങനെ എഴുതണം? ഇതേപോലെ 2/2 ഏതൊക്കെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് 24 കിട്ടും നോക്കിയാൽ പോലെ. ഇവിടെ ഇത് 2 മൾട്ടിപ്ലൈ ചെയ്ത 4 കിട്ടി. അങ്ങനെയാണെങ്കിൽ 4ന്റെ എന്താണ്? 4 എലമെന്റ്സ് ഉള്ള ഒരു മാട്രിക്സിന്റെ ഒരു ഓർഡർ ആണിത്. വേറെ ഏതൊക്കെ പറ്റും? വേറെ ഏതൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത 4 കിട്ടും? 1/4 1 × 4 മൾട്ടിപ്ലൈ ചെയ്ത 4 കിട്ടും. അപ്പോൾ 1/4 അതിന്റെ ഒരു പോസിബിൾ ഓർഡർ ആണ്. ഇപ്പൊ ഞാൻ 1/4 എഴുതുകയാണെങ്കിൽ നോക്കി, 1/4 ഒരു റോ 4 കോളം. ഒരു റോ എന്താ 1 2 3 4 ഒരു റോ 4 കോളം. അങ്ങനെ 1/4 നോക്കി, ഇതിന്റെ ഓർഡർ എന്താ 1 × 4 മൊത്തം 4 എലമെന്റ്സ് ഉണ്ട്. എങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത് ഒരു എത്ര റോ ഉണ്ട് എത്ര കോളം ഉണ്ട് നോക്കിയിട്ട്. അങ്ങനെയാണെങ്കിൽ 24 എലമെന്റ്സിന്റെ കേസിൽ നമ്മൾ എങ്ങനെ എഴുതുക? അപ്പോൾ അത്രേ ഉള്ളൂ. ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് 24 കിട്ടും, എത്ര റോ എത്ര കോളം മൾട്ടിപ്ലൈ ചെയ്ത് 24 കിട്ടുന്നു നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് തുടങ്ങാം. എങ്ങനെയൊക്കെയാണ് 24 കിട്ടുക? 24/1 ഇതൊരു ഓർഡറാണ്. എന്താ 24/1 ഒരു ഓർഡർ അല്ലേ? 24 റോ ഉണ്ടാവാം, ഒരു കോളം ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ 24 എലമെന്റിന് പറ്റിയൊരു ഓർഡർ അല്ലേ? ഇവിടെ 2 റോയും 2 കോളും 4 എലമെന്റിന് പറ്റിയൊരു ഓർഡറാണ്. ഒരു റോയും 4 കോളും 4 എലമെന്റിന് പറ്റിയ ഒന്നാണ്. വേറെ എന്താ അവിടെ പറ്റിയത് നോക്കി? എന്താണ്? 4 റോയും ഇവിടെ ഒരു റോ 4 കോളം, 4 റോയും ഒരു കോളവും പറ്റിക്കൂടാ. അതെങ്ങനെയാണ്? 4 റോ 1 2 3 4 ഇത് ഇങ്ങനെ പറ്റിക്കൂടാ. എന്താണ്? 4 റോയും ഒരു കോളും ഇങ്ങനെ പറ്റിക്കൂടെ? അപ്പോൾ 1/4 4/1 ഈക്വൽ ആണോ? അല്ല, നോട്ട് ഈക്വൽ ആണ്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ എന്തൊക്കെ പറ്റും? 24/1 പറ്റും. പിന്നെന്ത് പറ്റും? 1/24 പറ്റും. ഓക്കെ ആണ്. പിന്നെന്ത് പറ്റും? 8/3 പറ്റും. 8നെ 3നെ മൾട്ടിപ്ലൈ ചെയ്താൽ 24 കിട്ടും. 3/8 പറ്റൂലേ? ഓക്കെ ആണ്. പിന്നെന്താണ്? പിന്നെ ഏതൊക്കെ പറ്റും? 6 4 പറ്റും. 6/4 പറ്റും. പിന്നെ 4/6 പറ്റും. കാരണം ഞാൻ പറഞ്ഞു 1/4 4/1 ഈക്വൽ അല്ല. കാരണം ഇവിടെ 8 റോ 3 കോളം, 3 റോ 8 കോളം. അങ്ങനെ റോന്റെ കോളത്തിന്റെ എണ്ണമാണ് വ്യത്യാസം വരുന്നത്. റോ എന്ന് പറയുന്നത് വേറെയാണ്, കോൾ എന്ന് പറയുന്നത് വേറെയാണ്. അതുപോലെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി എന്താണ്? 12 × 2 എഴുതാം. എന്താണ്? 2/12 എഴുതാം. ഇതെല്ലാം എന്തിന്റെ ഓർഡറാണ്? 24 എലമെന്റ് ഉള്ള ഇതിന്റെ ഓർഡറാണ്. അങ്ങനെയാണെങ്കിൽ 13 എലമെന്റ് ഉള്ള ഓർഡർ എങ്ങനെ എഴുതുക? ഏതൊക്കെയാണ് മൾട്ടിപ്ലൈ ചെയ്ത് 30 കിട്ടും നോക്കിയാൽ പോലെ. ഏതൊക്കെയാണ്? 1/13 ഉണ്ടാകും, 13/1 ഉണ്ടാവും. ഇത് രണ്ടും മാത്രമേ ഇതിന് പോസിബിൾ ആയ ഓർഡേഴ്സ് ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് പോസിബിൾ ഓർഡേഴ്സ് കണ്ടെത്തുക? ഇത്രേ ഉള്ളൂ. ഏതൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് രണ്ടും നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിലുള്ള മൊത്തം സംഖ്യ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് 24 എലമെന്റ് കിട്ടുള്ളൂ. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ 24 എലമെന്റ് കിട്ടുള്ളൂ. പിന്നെ എന്തുകൊണ്ട് ഇത് ഈക്വൽ ആവുന്നില്ല? ഇത്രേ ഉള്ളൂ. ഇവിടെ 24 റോ ആണ്, പക്ഷെ ഇവിടെ 24 കോളാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. 24 റോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എങ്ങനെ 24, കോളം എന്ന് പറയുമ്പോൾ ഇങ്ങനെ എങ്ങനെ 24? രണ്ടും വ്യത്യാസമില്ല. ഉണ്ട്. അപ്പോൾ 13 എലമെന്റിന് കിട്ടി, 24 എലമെന്റിന് കിട്ടി. ഇനി ഇതുപോലത്തെ 2-3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ തരാം. ഓക്കെ ആണോടാ? ഇതാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഹോംവർക്ക് ക്വസ്റ്റ്യൻ.
ഇതിന്റെ ആൻസർ നിങ്ങൾ ചെയ്തിട്ട് ഒന്നെങ്കിൽ എനിക്ക് അയച്ചുതരാം, അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടാലും മതി. അപ്പൊ നിങ്ങൾ ഇടുമ്പോൾ എന്ത് ചെയ്യണം, 2 എന്ന് പറഞ്ഞിട്ട് അതിന്റെ ആൻസർ ആയിട്ട് തന്നെ അത് എഴുതിയിടണം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചാൽ ചോദിച്ചു, ഒരു ഉറപ്പില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാലും ഇത് ചോദിച്ചിരിക്കും. ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പൈസ എഴുതണ്ട, അത്ര ഉറപ്പാണ്. ചില ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് 7 മാർക്കിന് ക്വസ്റ്റ്യൻ വരും. 7ഓളം മാർക്കിന്, ചിലപ്പം കൂടെ ചിലപ്പോൾ കുറയാം. എന്തായാലും 5 to 7 മാർക്കിന് സാധാരണ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ അത്ര ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററാണ്. നമ്മൾ +2 പഠിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റേഴ്സിൽ പെട്ട ഒന്നാണ് മാട്രിസസ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ബാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ. വളരെ എളുപ്പമാണ്. ഞാൻ അധികം സ്പീഡിലൊന്നല്ലാതെ ഞാൻ എല്ലാം മനസ്സിലാക്കി തന്നിട്ടാണ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടാണ് വിടുന്നത്. അപ്പം അപ്പം അത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, ഞാൻ പരമാവധി ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യും, ഒരു മോഡൽ ചെയ്യും, അതിൻ്റെ 2-3 ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ചെയ്തിരുള്ളൂ. ഇതേമാതിരത്തെ മോഡലാണെങ്കിൽ ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്തിരുള്ളൂ. ചില ക്വസ്റ്റ്യൻ 2 മോഡൽ ചെയ്തിരും, ചില ക്വസ്റ്റ്യൻ 3 മോഡൽ ചെയ്തിരും. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഹോംവർക്ക്. ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്, ഒരു മാറ്റവും ഇല്ല. അപ്പം എത്ര ഓർഡർ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്ത് ഏതൊക്കെ ഇട്ട് നോക്കിയാൽ മതി. ആ സംഖ്യ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യണം, 8 എലമെന്റ് ആണെങ്കിൽ ഏതൊക്കെ സംഖ്യ മൾട്ടിപ്ലൈ ചെയ്ത് 8 ഇട്ട് നോക്കിയാൽ മതി. 15 എലമെന്റ് ആണെങ്കിൽ ഏതൊക്കെ സംഖ്യ മൾട്ടിപ്ലൈ ചെയ്ത് 15 ഇട്ട് നോക്കിയാൽ മതി. ഓക്കെ ആണോടാ? എടാ, ഇതൊരു ഇമ്പോർട്ടന്റ് HSC ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഈ മോഡൽ നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ചോദിച്ചിരിക്കും. ഈ ചാപ്റ്ററിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് മോഡലാണിത്. രണ്ടാമത്തെ ടൈപ്പ് മൾട്ടിപ്ലിക്കേഷനെ ചോദിക്കാറുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഏതായാലും ചോദിച്ചാലായി, ഞാൻ ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. ഓക്കെ ആണോടാ? അപ്പം ഇതൊരു ചോദിക്കുന്ന മോഡലാണ്. അപ്പോൾ ഈ മോഡൽ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. കൺസ്ട്രക്ട് എ 2x3 മാട്രിക്സ്. ഒരു 2x3 മാട്രിക്സ് ആണ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത്. whose elements are, അതിന്റെ എലമെന്റ്സിന്റെ കോമൺ പ്രോപ്പർട്ടി ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു നമ്മൾ ഷോർട്ട് ആയിട്ടാണ് എലമെന്റ്സിന് ഇങ്ങനെ വിളിക്കുക AIJ എന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ കോമൺ പ്രോപ്പർട്ടി തരും, എന്നിട്ട് ആ എലമെന്റ്സിന് നിങ്ങളോട് എഴുതാൻ പറയുന്നത്. ഓക്കെ ആണോ? കൺസ്ട്രക്ട് 2x3 whose elements are AIJ. ഓക്കെ, ഇത്ര തന്നെ ഉള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാൻ അറിയോ, ജനറൽ ആയിട്ട് ഒരു 2x3 ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ എന്ത് ചെയ്യാൻ അറിയോ, ഇത്രയേ ഉള്ളൂ. ജനറൽ ആയിട്ട് ഏത് മാട്രിക്സ് ആണ് ഉണ്ടാക്കാൻ പറ്റുന്നത്, അതിന്റെ ജനറൽ ആയിട്ട് ഉണ്ടാക്കുക. അപ്പൊ എന്താണ്, ഒരു 2x3 മാട്രിക്സ് വെറുതെ ഉണ്ടാക്കുക. മാട്രിക്സിന് നമുക്ക് എന്ത് പേര് കൊടുക്കുക, ഞാൻ എന്ന് പറഞ്ഞു. ജനറൽ ആയിട്ട് ഒരു 2x3 മാട്രിക്സ് എങ്ങനെ ഉണ്ടാക്കാം, 2 റോ വേണം, 3 കോളം വേണം. അങ്ങനെ ജനറൽ ആയിട്ട് നമുക്ക് എത്ര ഉണ്ടാക്കാം നോക്കിയേ. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ആദ്യം 2 കോളം ഉണ്ടാക്കാം. നോക്കിയേ, 2 കോളായി. ഇങ്ങനെയാണെങ്കിൽ 2 കോളായി. നമ്മൾ ജസ്റ്റ് എലമെന്റിന് പേര് കൊടുത്തല്ലേ, ജസ്റ്റ് എ. അപ്പോൾ ഇത് ഒന്നാമത്തെ കോളത്തിൽ ഒന്നാമത്തെ ആള്, രണ്ടാമത്തെ കോളത്തിൽ ഒന്നാമത്തെ ആള്. ഓക്കെ ആണേ? അപ്പോൾ 2 റോ ആയി. ഓക്കെ ആണേ? ഇനി എത്ര കോളം വേണം, 3 കോളം വേണം. ഇപ്പൊ ഒരു കോളായി, 2 റോ ആയി. ഇനി ഇവിടെ രണ്ടാമത്തെ കോളാണ് ഇവിടെ എഴുതുന്നത്, മൂന്നാമത്തെ കോളാണ് ഈ എഴുതുന്നത്. ഇപ്പൊ നോക്കി എന്താ പ്രത്യേകത, 2 റോ ഉണ്ട്, 3 കോളം ഉണ്ട്. ഇനി ഓരോരുത്തർക്ക് ജനറൽ ആയിട്ട് പേരെടുത്തോ. ഇവൻ ഒന്നാമത്തെ റോയില് 2ാമത്തെ കോളത്തില്, ഇവൻ ഒന്നാമത്തെ റോയില് 3ാമത്തെ കോളത്തില്, ഇവൻ 2ാമത്തെ റോയില് 2ാമത്തെ കോളത്തിൽ, ഇവൻ 2ാമത്തെ റോയില് 3ാമത്തെ കോളത്തില്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പണി ഇതാണ്. ഓക്കെ ആണ്? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജനറൽ ആയിട്ടുള്ള ഫോർമുല എഴുതിയെടുക്കാം. എന്താ ജനറൽ ആയിട്ട് തന്നിട്ടുള്ളത്, AIJ = ½ ഇൻറ്റു എന്താണ്, മോഡ് I-3j അല്ലേ. മോഡ് I- ഇത് J ആണ്, മാറിപ്പോയത്. ഇത് J ആണ്, I-3j ആണ്. ഓക്കെ ആണ്? അപ്പൊ ഇനി എങ്ങനെ A11 കാണാം, ഇതിൽ നിന്ന് ഓരോരുത്തരെ കണ്ടോ. എങ്ങനെയാണ്, ഐന്റെ സ്ഥാനത്ത് ഇവിടെ ഉള്ളത് 1 ആണ്, ജെന്റെ സ്ഥാനത്ത് ഇവിടെ ഉള്ളത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഐന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യാം, 1 ഇട്ട് കൊടുക്കാം. ജെന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യാം, 1 ഇട്ട് കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ ഓരോന്നും കാണാൻ പോകുന്നത്. അപ്പൊ എങ്ങനെ ½ ഇൻറ്റു എന്താണ്, ഐന്റെ സ്ഥാനത്ത് 1 -3 ഇൻറ്റു 1. എന്തുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ടു, ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ബ്രാക്കറ്റ് ഇട്ടാൽ ഇട്ടേ കുഴപ്പമില്ല. പക്ഷെ മൈനസിന് ശേഷം 2 സംഖ്യ വരുമ്പോൾ നമ്മൾ സാധാരണ ബ്രാക്കറ്റ് ഇടാറുണ്ട്. എത്ര മൈനസ് ആയിക്കോട്ടെ പ്ലസ് ആയിക്കോട്ടെ സാധാരണ നമ്മൾ ബ്രാക്കറ്റ് ഇടാറുണ്ട്. അതുകൊണ്ട് ഞാൻ വെറുതെ ബ്രാക്കറ്റ് ഇട്ടാണ്. അപ്പൊ എന്തുവരോടെ ആൻസർ നോക്കി, എന്തുവരോടാ, എന്താണ്, ½ ഇൻറ്റു അതുപോലെ തന്നെ നിന്നു. ഓക്കെ, 1 - 3യുടെ മോഡ്, 1 - 3 എന്താ, -2. അതിന്റെ മോഡ് എന്ന് പറയുമ്പോൾ 2 ആണ്. ഓക്കെ, ഇത് കട്ടായി പോയി കഴിഞ്ഞാൽ ബാക്കി 1 ആണ്. അപ്പൊ A11 എന്താ, ഒന്നാമത്തെ റോയിൽ ഒന്നാമത്തെ എലമെന്റ് എത്ര, 1. അങ്ങനെയാണെങ്കിൽ A12 കണ്ടുപിടിക്കും. A12 = എന്താണ് പറ, ½ ഇൻറ്റു ഐക്ക് പകരം 1 ഇട്ട് കൊടുക്കാം, -3 ഇൻറ്റു 2. ജെക്ക് പകരം എന്ത് ചെയ്യാൻ, 2 ഇട്ട് കൊടുക്കാം. = എന്താണ്, ½ ഇൻറ്റു എന്താണ്, 1 - 3 ഇൻറ്റു 2, 1 - 6 ആണ്. അത് -5 ആണ്. മോഡ് ഉണ്ടാകുമ്പോൾ 5 എന്ന് കിട്ടും. മോഡ് -5 എന്ന് പറയുമ്പോൾ 5. അപ്പൊ എന്താ ആൻസർ, അതിനൊരു ആൻസർ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, 5/2 എന്നങ്ങ് എഴുതിയിട്ടാൽ മതി. ഓക്കെ ആണ്? 1/2 × 5 5/2, സിമ്പിൾ ആയിട്ട്. അടുത്തത് A13 പറ. എന്താ ഞാൻ അടുത്ത് A13 പറ. A13 = എന്താണ്, ½ ഇൻറ്റു 1 - 3 ഇൻറ്റു 3 എന്ന് എഴുതാം നമുക്ക്.
ഓക്കെ ആണോ? 1 - 9 എന്ന് പറയുമ്പോൾ -8 ആണ്. -8ന്റെ മോഡ് എന്താണ്? 8 ആണ്. സോ ഇത് എന്തായി വരുടാ? ഇവിടെ കട്ടായി പോയിട്ട് 4 ആയിട്ട് വരും. ഓക്കെ ആണോടാ? അങ്ങനെയാണെങ്കിൽ ബാക്കി കൂടെ കണ്ടുപിടിച്ചത് എന്താണ് കണ്ടുപിടിക്കാറുള്ളത്? A21. എന്താ A21? A21 is equal to എന്താണ്? പറയാ ഹാഫ് ഇൻറ്റു അതിന്റെ പകരം 2 ആണ്. 2 - 3 × 1 ആണ് വരിക. ഓക്കെ ആണോടാ? is equal to എന്താ വരിക? 2 - 3 എന്ന് പറയുമ്പോൾ -1 ആണ്. -1ന്റെ മോഡ് അത് 1 തന്നെയാണ്. ഹാഫ് ഇൻറ്റു 1 is equal to അത് ഹാഫ് തന്നെയാണ്. അടുത്തത് A2. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അടുത്ത എന്താണ്? A22 അല്ലടാ. ഹാഫ് ഇൻറ്റു എന്താടാ? 2 - A22. അപ്പൊ 3 × 2. ഓക്കെ ആണ്. is equal to ഹാഫ് ഇൻറ്റു എന്താടാ? 2 - 6 ആണ്. 3 × 2 6 ആണ്. അത് -4 ആണ്. മോഡ് എടുക്കുമ്പോൾ 4 കിട്ടും. ഇത് കട്ടായി പോയിക്കഴിഞ്ഞാൽ ബാക്കി 2 ഉണ്ട്. ഓക്കെ ആണ്. അടുത്തത് ആരാടാ? A23. അങ്ങനെയാണെങ്കിൽ ഹാഫ് ഇൻറ്റു 2 - 3 × 3 എന്ന് എഴുതാം. ഓക്കെ ആണ്. is equal to ഹാഫ് ഇൻറ്റു 2 - 9 എന്ന് പറഞ്ഞാൽ -7 ആണ്. അതിന്റെ മോഡ് എടുക്കുമ്പോൾ 7 കിട്ടും. സോ ആൻസർ is 7/2. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോ എലിമെന്റിനെയും കണ്ടുപിടിച്ചല്ലോ ഈ മാട്രിക്സിലുള്ള. അങ്ങനെയാണെങ്കിൽ മാട്രിക്സ് എ എന്താണ്? മാട്രിക്സ് എന്താ? A11ന്റെ പകരം എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. A12ന്റെ പകരം 5/2 കൊടുക്കാം. കോമ ഇടാൻ പാടില്ല കേട്ടോ. A13യുടെ പകരം 4 കൊടുക്കാം. പിന്നെന്താണ്? അടുത്തത് A21ന്റെ പകരം 1/2 കൊടുക്കാം. അടുത്തത് A22ന്റെ പകരം 2 കൊടുക്കാം. A23ന്റെ പകരം എന്ത് ചെയ്യാം? 7/2 കൊടുക്കാം. 7/2 കൊടുക്കാം. ഓക്കെ ആണോ? അപ്പൊ ഇതാണ് നമ്മുടെ എ എന്ന് പറഞ്ഞ മാട്രിക്സ്. 1/2 to 7/2 തന്നെയാണ്. ഓക്കെ ആണോടാ? ഇതാണ് നമ്മുടെ മാട്രിക്സ്. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതാൻ അറിയേണ്ട കാര്യം എന്താണ്? ഈ സാധനം എഴുതാൻ അറിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ മാട്രിക്സ് ഏത് മാട്രിക്സ് ആണ്? 2/3 മാട്രിക്സ്. 2 കോളറോ 3 കോളം ഈ കിട്ടിയത് തന്നെയാണ് 2/3 മാട്രിക്സ് ആണ്. ഓക്കെ ആണോടാ? ബാക്കി ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചെയ്തു തരണം. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തു തരല്ലേ? നോക്കാം. ഓക്കെ ആടാ? എടാ അപ്പൊ നമ്മൾ അടുത്ത 4ാമത്തെ അല്ലെ ഇത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ മോഡൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇടക്കിടക്ക് ചോദിക്കാറുണ്ട് എക്സാമിന്. ഇടക്കിടക്കല്ല, അധികം ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും. ഉറപ്പിച്ച് ഓണപ്പരീക്ഷയ്ക്ക് ഈ മോഡൽ ഇല്ലെങ്കിൽ നിങ്ങളെ പേപ്പർ അങ്ങ് വലിച്ചു തന്നിട്ട് അത്ര ഉറപ്പാണ് എനിക്ക് എന്തായാലും ഉണ്ടാവും. ഓക്കെ ആണോടാ? കൺസ്ട്രക്ട് 2/2 മാട്രിക്സ്. എന്താണ്? ഏത് മാട്രിക്സ് എത്തവണ കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞത്? ഉണ്ടാക്കാൻ പറഞ്ഞത് ആ 2/2 മാട്രിക്സ് ആണ് ഉണ്ടാക്കാൻ പറഞ്ഞത്. അതിന്റെ എലമെന്റ്സിന്റെ ജനറൽ ഫോർമുല ഇവിടെ തന്നിട്ടുണ്ടല്ലോടാ. എങ്ങനെ ചെയ്യാം? ആദ്യം നമ്മൾ ജനറൽ ആയിട്ട് ഒരു 2/2 മാട്രിക്സ് ഉണ്ടാക്കിയടാ. അപ്പൊ എന്താണ്? എ എന്നെ എന്ത് പേര് കൊടുക്കാം? ഇത്തവണ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പി എന്ന് പേര് കൊടുക്കാം. വെറുതെ എന്റെ ഇഷ്ടത്തിനൊരു പേര് കൊടുത്താണ്. ഓക്കെ ആണോടാ? അപ്പൊ 2/2 മാട്രിക്സ് എങ്ങനെ ഉണ്ടാക്കാം? 2 റോ ആദ്യം ഞാൻ ഉണ്ടാക്കി. ഓക്കെ ആണ്. അപ്പൊ ഇത് 1 1, ഇത് 2 1. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ഈ ഇപ്പൊ ഒരു 2 റോ ഉണ്ട്, 2 റോ ഉണ്ട്, ഒരു കോളം ഉണ്ട്. എത്ര കോളം കൂടി വേണം? ഒരു കോളം കൂടി വേണം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എത്ര? 2 റോ ഉണ്ട്, 2 കോളം ഉണ്ട്. ഇത് 1ാമത്തെ റോയിൽ 2ാമത്തെ എലമെന്റ്, 2ാമത്തെ റോയിൽ 2ാമത്തെ എലമെന്റ്, 2ാമത്തെ റോയിൽ 2ാമത്തെ കോളത്ത് താഴെ, 2ാമത്തെ റോയിൽ 2ാമത്തെ കോളത്ത് താഴെ, 1ാമത്തെ റോയിൽ 2ാമത്തെ കോളത്ത് താഴെ. ഇത് എന്ത് മാട്രിക്സ് ആണ്? 2/2 മാട്രിക്സ് ആണ്. ഇതാണ് നമ്മുടെ ജനറൽ ആയിട്ട് ഉണ്ടാക്കിയത്. നമ്മൾ ഉണ്ടാക്കിയ 2/2 മാട്രിക്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എന്റെ പകരം BCD ഒക്കെ എടുക്കാം. നമ്മൾ ജനറൽ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ വെറുതെ അങ്ങ് എന്ന് കൊടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? തന്നെയാണ് സാധാരണ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഇവിടെ ആണെങ്കിൽ ഇവിടെ എ എന്നുള്ള രീതിക്ക് നമ്മൾ കൊടുത്തു പോവാറ്. ഇവിടെ ബി ആണെങ്കിൽ ഇവിടെ ബി കൊടുത്ത് ഒരു പ്രശ്നമില്ല. അപ്പൊ ഞാൻ എ എന്ന് ആക്കിയിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഇനി ജനറൽ ഫോർമുല എന്ന് എഴുതിക്കടാ. AIJ is equal to എന്താണ്? I plus j ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാണാറിയാലോ A11 നിങ്ങൾക്ക് കാണാറിയാം. അതെങ്ങനെയാ? A11 is equal to എന്താണ്? അതിന്റെ പകരം 1 കൊടുക്കാം. 1 പ്ലസ് ജെന്റെ പകരം 1 കൊടുക്കാം. അതിന്റെ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ്. 1 + 1 2 ആണ്. 2ന്റെ സ്ക്വയർ 4 ആണ്. 4/2 is equal to എന്താണ്? 2 ആണ്. അപ്പൊ 1ാമത്തെ റോയിൽ 1ാമത്തെ കോളത്തിൽ എലമെന്റ് ആരാ? അത് 2 ആണ്. അടുത്തത് A12 is equal to എന്താണ്? അതിന്റെ പകരം 1, ജെന്റെ പകരം 2, ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. എന്താ വരിക? 1 + 2 അത് 3 ആണ്. 3ന്റെ സ്ക്വയർ 9 ആണ്. 9/2 തന്നെയാണ് വരിക. അതിനൊരു ആൻസർ ഉണ്ടോടാ? ഇല്ല. 9/2 എന്താണ്? ഒരു പോയിന്റ് സംഖ്യക്ക് വരും. സോ എന്താണ്? നമ്മൾ അവിടെ എന്ത് ചെയ്യാൻ? സ്റ്റോപ്പ് ചെയ്യാണ്. 9/2. A21 എന്താ വരിക? നോക്കിയേ. ആരൊക്കെ സ്ഥാനത്ത് എന്ത് ചെയ്യുക? അതിന്റെ സ്ഥാനത്ത് 2 + 1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അതും തന്നെ വരിക 9/2. ഇത് രണ്ടും സെയിം അല്ലേ? 2 + 1 3, 3² / 2 അത് 2 ആണ്. അടുത്തത് A22 എന്താണ് വരിക? A22
A2 എന്താണ് നോക്കിക്കേ, അതിന്റെ പകരം 2 + 2 / 2 എന്താണ് 2 + 2 4 ആണ്, 4ന്റെ സ്ക്വയർ 16 ആണ്, 16/2 എന്താണ് അത് 8 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജനറൽ ആയിട്ട് എഴുതിയതിന്റെ എന്താണ് ആൻസർ വരിക? എ എന്ന് പറയുന്ന മാട്രിക്സ് എങ്ങനെ വരിക? A11ന്റെ പകരം 2, പിന്നെന്താണ് A12ന്റെ പകരം 9/2, അടുത്തത് A21ന്റെ പകരം 9/2, പിന്നെ A22ന്റെ പകരം എന്താണ് 8. ഇതാണല്ലോ മാട്രിക്സ്. വളരെ എളുപ്പം. ഏത് മാട്രിക്സ്? 2/2 മാട്രിക്സ്. ഇനിയുള്ളത് തന്നാൽ നിങ്ങൾ ചെയ്യലടാ. ഇത്രയൊക്കെ ചെയ്തെന്നതിൽ ഇതൊന്നും ചെയ്യാനില്ല. വളരെ എളുപ്പമാണ്. ഇത് എഴുതാൻ അറിഞ്ഞാൽ മതി. എത്ര ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എഴുതാനല്ലോ. 1 2 1 2, പിന്നെന്താണ് 1 3 1 4 1 5 2 1 2 2 2 3 2 3 അങ്ങനെ 2n, പിന്നെന്താണ് എം വരെ ഉള്ളതുകൊണ്ട് ഈ M1 M2 M2 അങ്ങനെ M3 പോയി കണ്ട് MN അതുപോലെ എഴുതാറിഞ്ഞാൽ മതി. ഒരു പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് അധികം ക്വസ്റ്റ്യൻ ഇട്ടുതരാം. ഇത് നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഓക്കെ ആണോ എടാ? അപ്പം ഇതാണ് നമ്മുടെ 6 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് ആൻസർ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി വെക്കേണ്ടതാണ്. കമൻറ്റ് ചെയ്യേണ്ടവർക്ക് എന്ത് ചെയ്യാം? കമൻറ്റ് ചെയ്യാം. ഇതിൻ്റെ പുറത്തൊന്നും അല്ലാതെ എന്ത് ചെയ്യുക, ഞാൻ കാരണം PYQ ഉള്ള മൊത്തം ക്വസ്റ്റ്യൻസ് അധികം ക്വസ്റ്റ്യൻസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പുറത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത കുറവാണ്. ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു നമ്പറേ മാറ്റുള്ളൂ. മെത്തേഡ് എല്ലാം സെയിം ആണ്, ഒരു മാറ്റവും ഇല്ല. ജസ്റ്റ് ജനറൽ ആയിട്ട് ഏതാണോ പറഞ്ഞ മാട്രിക്സ് അത് എഴുതുക. അതിൻ്റെ പകരം ആ പറഞ്ഞ ജനറൽ ഫോർമുല ആ നമ്പർ ഇട്ട് കൊടുക്കുക, ജെൻ്റെ പകരം ആ നമ്പർ ഇട്ട് കൊടുക്കുക, എന്നിട്ട് എല്ലാം കണ്ടുപിടിക്കുക, മാട്രിക്സ് ആയിട്ട് എഴുതുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതെല്ലാം നിങ്ങൾ ചെയ്യലടാ. ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചേ. എന്താ എനിക്ക് ആകെ വിഷമം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം എനിക്കറിയാം നിങ്ങൾ ഒരാൾ പോലും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ കണ്ടവരുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം കാണുമ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത്രാമത്തെ ടൈമിൽ ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വാചകം എന്താണ്, ഈ ടൈമിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒരാളെങ്കിലും കണ്ടാൽ അത്രയും സന്തോഷം ഉണ്ടാകും. കാരണം ഞാൻ +2 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു, മൊത്തം എടുത്തുന്നുണ്ട് NCERT-യിൽ. പിന്നെ കുറച്ചതിൽ അതിൻ്റെ തട്ടത്തിലുള്ള ഒരു തുമ്പ് കാര്യങ്ങൾ ഞാൻ എന്തുണ്ട് ചെറുതായിട്ട് 2ാമത്തെ ചാപ്റ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ മാത്രമേ അതിൻ്റെ ബാക്കിയായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് അവിടേക്ക് വെച്ചത്. അപ്പം അത്രയും കാര്യങ്ങൾ എടുത്തു തന്നിട്ടും ഞാനൊരു എക്സാം പേപ്പർ നിങ്ങൾക്ക് അയച്ചു തന്നിരുന്നു, വീഡിയോ ആക്കി ചെയ്തിരുന്നു. അത് കണ്ടവർ എത്ര പേരുണ്ട്? അത് കണ്ടിട്ട് ഞാനൊരു വോട്ടിങ് നടത്തിയപ്പം അതിലിപ്പോൾ ഒരു 50-something ആൾക്കാർ വോട്ട് ചെയ്തു. അതിലാകെ ഒരാൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ആ പേപ്പർ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് കണ്ടപ്പം എന്നെ സംബന്ധിച്ച് വളരെ സങ്കടം തോന്നിയൊരു നിമിഷമായിരുന്നു. എന്താ പറയുക, ഇത്ര കഷ്ടപ്പെട്ട് നിങ്ങളെ പഠിപ്പിച്ചെടുത്തു. ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, മനസ്സിലാവാത്ത എത്ര വേണമെങ്കിലും ഞാൻ പറഞ്ഞുതരാനും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആരും ഒന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. എക്സാം നടത്തിയപ്പോൾ ആരും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ കടമ നിർവഹിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഫിസിക്സും മാത്സും നിങ്ങളെ ഞാൻ കൈവിടില്ല, അതെൻ്റെ ഉറപ്പാണ് എന്ന് ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. ആ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട്. എൻ്റെ മുന്നേ ഈ ഫിസിക്സിൻ്റെ വീഡിയോ കാണാതിട്ടുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുക, എനിക്ക് അയച്ചു തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ അയച്ചു തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ എന്ത് വാല്യൂ ചെയ്തിട്ട് എനിക്ക് മാർക്ക് പറഞ്ഞു തന്നാലും മതി. അപ്പം എനിക്കറിയാലോ ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ല എന്നൊക്കെ. അപ്പം ഈ ഭാഗം കണ്ടവരാണ് ഇത് ലാസ്റ്റ് വരെ ഈ വീഡിയോൻ്റെ എൻഡായി, ഇത് കഴിഞ്ഞു. ഇതോടെ ഈ ഹോംവർക്ക് ക്വസ്റ്റ്യനോടെ നമ്മുടെ വീഡിയോടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുവരെ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ കണ്ടിട്ടുണ്ട് ബ്രോ, ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ ആണോടാ? ഒരാൾ കണ്ടാൽ പോലും ആ ഒരാൾക്ക് വേണ്ടി ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്, ഒരാൾ വന്നാൽ പോലും എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുത്ത് തരും. ഓക്കെ ആണോടാ? സോ നമ്മുടെ വീഡിയോടെ അതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സോ ബൈ.